ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229901701 മിസ് കോൾ ചെയ്യൂ. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. വെങ്കറ്റ്, ആ മയക്കതാ. ഹലോ ഹലോ അളിയാ, ആദ്യത്തെ 2 റോ VIP ചെയർസ്, ബാക്കിയുള്ളതൊക്കെ നോർമല്. ഓക്കെ പണി വണ്ടികളൊക്കെ കയറ്റിക്കൊണ്ടിരുന്ന് കണ്ടില്ലേ? പുറത്തു വയ്ക്കാൻ പറ, ഇവിടെ സ്ഥലമില്ലടാ. ഓക്കെ ഞാൻ നോക്കിക്കോളാം. ഈ ഫെസ്റ്റ് ഭംഗിയെ തന്നെ നടക്കണം, ഒരു പ്രോബ്ലം ഉണ്ടാവരുത്. എടൈവാ, എങ്ങനെയെങ്കിലും ഈ ഫെസ്റ്റ് നിർത്തിക്കണം. നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, പിന്നെ എന്നോട് ചാടിക്കിടിക്കാൻ വരല്ലേ. ഏയ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഫെസ്റ്റ് നടക്കുന്നു ഒന്നുണ്ടോ? ഈ വഴക്കം ഒരിക്കലും തീരില്ലേ? എന്താടി ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നെ? നീ ആരെയും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണോ? മേ കമിൻ സർ? കേറി വാരേവന്ത്. എന്താ എല്ലാരും കൂടെ? അത് പിന്നെ സർ, എല്ലാ കോളേജുകളിലും ഇപ്പൊ ഫെസ്റ്റ് സ്റ്റാർട്ടായി. സോ നമ്മുടെ കോളേജിലും ഫെസ്റ്റ് തുടങ്ങുന്ന കാര്യം സംസാരിക്കാൻ വന്ന. ഓ, സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് സർ. എനിക്കറിയാം, എനിക്കും ഇൻട്രസ്റ്റാ. കഴിഞ്ഞ ഫെസ്റ്റിന് നടന്ന തല്ല ഓർമ്മയുണ്ടല്ലോ. ഇത്തവണ ചെയർമാൻ സമ്മതിക്കും തോന്നുന്നില്ല. സാറായിരുന്നു ഞങ്ങളുടെ ആകെയുള്ള ഒരു പ്രതീക്ഷ. സാർ എങ്ങനെയെങ്കിലും ഇത് ചെയർമാനോട് പറഞ്ഞൊന്ന് സമ്മതിപ്പിച്ച് ഓക്കെ ആക്കി താ സാർ. ഇത്തവണ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ നോക്കാം സാർ. ഒന്ന് പറടാ. ഞാൻ നോക്കട്ടെ. ഇവന്മാരാണെങ്കിൽ ഒരു നടക്ക് പോകുകയില്ല, എന്റെ വയറ്റിൽ നിന്നാണെങ്കിലും പോണില്ല. കക്കൂസിലിരിക്കുമ്പോഴും സമാധാനം തരില്ല. ആ പറയടോ പ്രിൻസിപ്പാളെ. അവൻ വേറൊന്നുമില്ല, നമ്മുടെ കോളേജിന്റെ ഫെസ്റ്റിനെ പറ്റി. എടോ, കഴിഞ്ഞ തവണ നടന്ന പ്രശ്നമൊന്നും പോരെ എനിക്ക്. എന്തിനാ അടുത്ത പ്രശ്നം? സമാധാനായിട്ട് AC ഇരുന്ന് പണിയെടുത്താ പോരെ? അല്ല, ഒരു തവണ ബാത്റൂമിൽ വഴുതി വീണെന്ന് കരുതി ബാത്റൂമിൽ നമ്മൾ പോകാതിരിക്കില്ലല്ലോ. അമ്പടാ, ഭയങ്കര തത്വമൊക്കെ പറയുന്നുണ്ടല്ലോ. തനിക്ക് ബുക്കിൽ ചാപ്റ്റർ ഉണ്ടായാൽ മതി, എനിക്ക് റൂമിൽ ഒരു ക്വാർട്ടർ ഉണ്ടായാൽ മതി. ഈ തവണ രേവന്താ ചെയ്യുന്ന, അവൻ നല്ലൊരു പയ്യനാ. ഇത് ഓർഗനൈസ് ചെയ്യുന്നൊക്കെ അവൻ തന്നെ ആയിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം, അതെന്റെ ഉത്തരവാദിത്തം. ഓ, വയറ്റിൽ മൂവ്മെന്റ് സ്റ്റാർട്ടായി, നല്ല ശകുനം. ആയിക്കോട്ടെ, താനൊരു കാര്യം പറഞ്ഞതല്ലേ, ഇത്തവണ ഓക്കെ. പക്ഷേ ഫെസ്റ്റിന്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്പോട്ടിൽ നിർത്തിക്കൊള്ളാം. ഓക്കെ? ആയിക്കോട്ടെ സാർ. ഇവിടെ എന്റെ ഫെസ്റ്റ് സ്റ്റാർട്ടായി, പിന്നെ കാണാം. എന്റെ അമ്മേ, ഒരു കണക്കിന് സമ്മതിപ്പിച്ചു. എന്നാ പിന്നെ ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ നോക്ക്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എന്തെങ്കിലും പ്രശ്നം ഇടയിൽ സംഭവിച്ചാ ഫെസ്റ്റ് ഉടനെ നിർത്തിവെക്കാനാ പറഞ്ഞത്. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ നോക്കിക്കോളാം സാർ. വെരി ഗുഡ്. ഇത്തവണ ഫെസ്റ്റിന് പേരെന്താ വെക്കുന്നത്? സർ, ഞങ്ങൾ പേരൊന്നും ഇട്ടിട്ടില്ല. ഒരു നല്ല പേര് സാറ് തന്നെ സജസ്റ്റ് ചെയ്യും. പുതിയ പേരെന്ന് വെച്ചാ
ഈ ലോകത്തിനറിയാത്ത ഒരു പുതിയ കാര്യം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ പറയണമെങ്കിലും അത് നിങ്ങളെ പോലുള്ള യൂത്തിനെ പറ്റൂ. ഇങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴുണ്ടാകുന്ന എക്സൈറ്റ്മെന്റ് അസാധ്യമായിരിക്കും. ആ കിക്ക് നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിന്റെ പേര് യുറേക്ക. Java. Java is object-oriented programming language. It has concept like inheritance. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? Good question. തന്റെ മുത്തച്ഛന്റെ സ്വത്ത് ആർക്കാ കിട്ടുക? എന്റെ അച്ഛന്. തന്റെ അച്ഛന്റെ സ്വത്ത്? എനിക്ക്. അത് തന്നെയാണ് ഇൻഹെറിറ്റൻസ്. ഇരിക്കും. സാർ നോട്ടീസ്. എന്ത് നോട്ടീസ് ആണോ എന്തോ. ഫെസ്റ്റ് സ്റ്റാർട്ട് ആകാൻ പോവാണ്. സ്പോർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ടെക്നോ ഇവന്റ്സ്, ബ്ലാ ബ്ലാ ബ്ലാ, അതുപോലെ എല്ലാം ഉണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഫെസ്റ്റ് നടക്കും. എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാ. എങ്ങോട്ടാണ് പോകുന്നത്? ഫെസ്റ്റ് സ്റ്റാർട്ട് ആയില്ല, ഇനി ക്ലാസ്സിലിരിക്കുന്നതിനാ ടെസ്റ്റ് ചെയ്ത് കാണാന്നേ. എടാ, രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്താടാ. ഈ ഒരു ക്ലാസ് എങ്കിലും ഒന്ന് കേക്കടാ പ്ലീസ്. ഇപ്രാവശ്യം ഫെസ്റ്റിന് നമുക്ക് സാരി എടുക്കാടി. അത് അടിപൊളിയായിരിക്കും. ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് എനിക്ക് ബോറടിച്ചു. അതെന്നെ. എടാ അളിയാ, ഇത്തവണത്തെ ഫെസ്റ്റിൽ നമുക്ക് ഡ്രാമ ചെയ്യാം. പിന്നെ അടിച്ച് പൊളിക്കാടാ. ഈ ഫെസ്റ്റിനെങ്കിലും ഒരു പെങ്കൊച്ചിനെ വീഴ്ത്തണം. അതൊക്കെ സെറ്റാക്കാം, നീ സമാധാനിക്കേ. ഇത്തവണ റോബോട്ടിക്സിനെ കുറിച്ചുള്ള പ്രസന്റേഷനാണ് ചെയ്യുന്നത്. നിനക്ക് ക്ലാസിക്കൽ ഡാൻസ് അറിയില്ലേ? അപ്പൊ അത് ചെയ്യും. ഓക്കെ ചേച്ചി. എന്താടാ നെഞ്ചും വിരിച്ചു വലിയ കുണ്ടേ പോലെ നിൽക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? യുവയില്ലാത്ത സമയത്ത് ഈ കോളേജിലെ ഡോൺ ഞാനല്ലടാ. കണ്ടില്ലേ ഇവിടേക്ക് എത്ര സൈലന്റ് ആണെന്ന്. നീ ഡോണല്ലടാ, വെറും ബണ്ണാണ്. ഓവറായിട്ട് ഫീൽ ചെയ്യല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. വന്നേ. ഫ്രഷേഴ്സ് ജീൻസ് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞില്ലേട്ടാ. അല്ലടാ, നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ എന്താ ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് വരുന്നേ? ഇവർക്ക് നമ്മളൊന്നും ഒരു പേടിയില്ലാണ്ടായി. ഞാൻ ശരിക്കും തരടാ. പാൻറ് ഊരാ ചേട്ടാ, അങ്ങോട്ട് ഊരാ. വേട്ടെ, ഇത് ബോക്സറാ, കുറച്ച് കംഫർട്ടബിൾ ആവുന്ന കരുതിട്ടാ. അമ്പോ, അവന്റെ മുഖത്ത് നാണം നോക്കിയടാ. അപ്പൊ ശരി, ഇന്ന് മുതല് ഈ ഫെസ്റ്റ് തീരുന്നവരെ ഈ ട്രൗസർ ഇട്ടുകൊണ്ട് തന്നെ നീ നടക്കണം. കംഫർട്ടബിൾ ആയിക്കോട്ടെ. കോളേജിൽ ട്രൗസർ ഒക്കെ ഇടുന്നത് നാണക്കേടല്ലേ? നോക്കനിയ, പണിഷ്മെന്റ് എപ്പോഴും ഇങ്ങനെ ടഫായിരിക്കും, പക്ഷെ ഇഷ്ടത്തോടെ ചെയ്യണത്. പക്ഷെ നീ ഇനി അത് ചെയ്തില്ല എന്ന് വിചാരിച്ചോ, എന്നെ ഹേർട്ട് ചെയ്യാണ്, ഞാൻ നിന്റെ തൊലിയിരിക്കും. പോന്നോക്ക്. ശരി. പോ. ജാൻവി, നീ ഹെൽപ്പ് ഡെസ്ക് നോക്ക്. ഓക്കെ രവന്ത്. നീ സ്പോർട്സിന്റെ കാര്യങ്ങൾ നോക്ക്. നീ ടെക്നോ ഇവന്റ്സ്. ഓക്കെ. നീ കൾച്ചറൽ ആക്ടിവിറ്റീസ് നോക്കിക്കോ. ഞാൻ ഓവറോൾ കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തോളാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെടാ. ഈ ഫെസ്റ്റ് ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ 10 ദിവസം നന്നായിട്ട് കഷ്ടപ്പെടണം. റൂൾസ് ഇവിടെയുള്ള ഒരാൾ പോലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. യുറേക്കാന്നാ ഇത് എവിടെയാണ് കേട്ടിട്ടുണ്ടല്ലടാ? യുറേക്ക സക്കമിക്ക, നമ്മുടെ ബൾബ് വാങ്ങിച്ചോ. ദേ കണ്ട വരുന്നു നമ്മുടെ ഹീറോ, നമ്മുടെ ആള് സീറോ. യുറേക്ക സക്കമിക്ക 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 സക്കമിക്ക. ഒന്നും മിണ്ടാതിരി, അവന്റെ കോപ്പിലൊരു പാട്ട്. ആടാ, നീ സ്പോർട്സ് നോക്കിയോ, നീ കൾച്ചറൽ നോക്കിയോ, നീ ഹെൽപ്പ് ഡെസ്കിലേക്ക്. എന്താ കാര്യന്നോ? ബാക്കിയുള്ളവരൊക്കെ ഫെസ്റ്റിന്റെ കാര്യം നോക്കുക, പിന്നെ നമ്മളൊക്കെ എന്തിനാണ് നിൽക്കുന്നേ? നമ്മളെന്താണ് രണ്ടാം കൂടെ ഉള്ളതാ, നമുക്ക് സെറ്റ് ആയി കളയാം. നീ മദ്യം വാങ്ങി, നീ സോഡ വാങ്ങി, നീ ടച്ചിങ്സ് വാങ്ങി, ഞാൻ ഫിഗറിന് നോക്കാം. ഒന്ന് തന്നാണ്ടല്ലോ പല്ലും കുഞ്ഞില്ലാത്തവൻ. എന്ത് പറഞ്ഞാലും കളിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇത്തവണ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുക. ഇഡിയറ്റ്സ്, വെറുതെ എന്റെ സമയം മെനക്കെടുത്തി. എന്തു പറ്റി സാറേ? ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഫെസ്റ്റിന്റെ പേരിൽ സമയം കളയാനായിട്ട് എത്ര സിലബസ് കവർ ചെയ്യാനുണ്ട്? സെമസ്റ്റർ ആണെങ്കിൽ കഴിയാറുമായി. ഞാൻ എംടെക് ഗോൾഡ് മെഡലിസ്റ്റാ. എന്നെ പോലുള്ള ഒരു 10 കുട്ടികളെ വാർത്തെടുക്കാന്നോ ഞാൻ വിചാരിച്ചത്. കൂളാവും സാറേ, 2 ദിവസം നമുക്കൊരു റെസ്റ്റ് കിട്ടുമല്ലോ. എന്റെ സാറേ, വാങ്ങുന്ന ശമ്പളത്തിന് ജോലി എടുത്തില്ലെങ്കിൽ കഴിക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങൂല സാറേ. ഗുഡ് മോർണിംഗ് സാർ.
അവര് മാത്രമാണ് നിങ്ങളുടെ സ്റ്റുഡൻസ്. അപ്പൊ ഞാനൊന്നല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി താ സാർ, ഞങ്ങളും അതൊക്കെ ചെയ്യാൻ റെഡിയാ. പ്രിൻസിപ്പലിന്റെ മുമ്പിൽ നിന്ന് സിഗരറ്റ് വലിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടാവും. പക്ഷെ നിന്നെ വിശ്വസിച്ച് ഫെസ്റ്റ് നടത്താനുള്ള ധൈര്യം എനിക്കില്ല. എന്നാലും നീ ഒരു ജോലി തരാൻ പറഞ്ഞാലേ ഇവിടെ ഒന്നിനും തടസ്സം ഉണ്ടാക്കരുത്. അതാണ് നിനക്കുള്ള ജോലി. വായിൽ എന്തെങ്കിലും ഇടുന്ന് ചവക്കെങ്കിലും ചെയ്യും. ഗുഡ് മോർണിംഗ് എവ്രി വൺ, വെൽക്കം ടു യുറേക്ക. നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഫെസ്റ്റ് അടുത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് ഏത് ഇവന്റ് എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നതിന്റെ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ റീച്ച് ഔട്ട് മീ. ദിസ് ഇസ് ജാൻവി. താങ്ക് യു. വലിയ കാര്യമായിട്ട് ഫെസ്റ്റ് തുടങ്ങി വെച്ചല്ലോ നീ. കണ്ടോണ്ട് നിൽക്കുക, ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യും. ശരിക്കും പറഞ്ഞ നിന്നെയല്ല, നിനക്കൊക്കെ പെർമിഷൻ തന്ന ചെയർമാനെ തല്ലണ്ടേ, താല നോക്കി. ലക്ഷ്മി, വെള്ളം ഒന്ന് വേഗം കൊണ്ടുപോവാ. വെള്ളം. ആരോ എന്നെ ഓർക്കുന്നുണ്ട്. വേറെ ആരാ സാർ? മേഡം തന്നെയായിരിക്കും ആലോചിച്ചത്. അവിടെ ഇരുന്ന് അങ്ങനെ ആലോചിക്കൂ സാർ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ച് പിന്നെ ആലോചിക്കാം. ആദ്യം ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറ. ഓക്കെ സാർ. ഫസ്റ്റ് നമുക്ക് ആദ്യം ഇമ്പോർട്ടന്റ് പ്രോഗ്രാം പറഞ്ഞ് പിന്നെ ടൈം പാസ് പ്രോഗ്രാം പറഞ്ഞാൽ മതി. ഓക്കെ സാർ. ഫസ്റ്റ് മിനിസ്റ്ററുടെ കൂടെയുള്ള മീറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയലിസ്റ്റ് ജഗൻ സാറിന്റെ കൂടെ ലഞ്ച് വിത്ത് പ്രൊജക്ട് ഡിസ്കഷൻ. ഓക്കെ. അത് കഴിഞ്ഞ ഉടനെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഓഫീസിൽ സോഷ്യൽ വെഞ്ചറിന്റെ പ്ലാനിംഗ് ആണ് സാർ. ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് മാച്ച് ഉണ്ട് സാർ. ടൈം പാസ് സാർ. സാർ ഇതെന്തിനാ സാറേ? ഇമ്പോർട്ടന്റ് കാര്യം വിട്ടിട്ട് ടൈം പാസിന്റെ കാര്യം ആദ്യം പറഞ്ഞു. ക്രിക്കറ്റ് പ്രോഗ്രാമിന്റെ സമയത്തിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ക്രിക്കറ്റ് തന്നെയാ സാർ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ബുദ്ധി ഒന്നല്ലേ? ഓടോ. കാറ്ററിംഗിന്റെ ആൾക്കാരെ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. അവരൊരു കൊട്ടേഷൻ അയക്കാന്ന് പറഞ്ഞു. ഓക്കെ. ഹായ് ഗായ്സ്, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്ന? ഐ ആം ദ ഇവന്റ് ഓർഗനൈസർ നൗ. ഫോണിൽ നൗഷാന്നല്ലേ പറഞ്ഞു? യാ, ഷോർട്ട് കട്ടിൽ നൗ. ബൈ ദ വേ, ഇവിടെ റേവ് ആരാ? റേവ് എന്ന് പറഞ്ഞാൽ എന്താ? റേവ് പാർട്ടിയാണ്. ഇറ്റ്സ് റേവൻ മാൻ. കൊച്ചിനെപ്പോഴും ഷോർട്ട് ആയതിനോട് ഇഷ്ടം തോന്നുന്നു. ഞാനാണ് രേവന്ത്. ഹായ് രേവൻ. ഹായ്. സ്പോർട്സ് മുതല് സ്റ്റേജ് ഡെക്കറേഷൻ വരെ, ഈവന്റ് ഹോസ്റ്റിംഗ് മുതല് ഫുഡ് മെനു ഡിസൈഡ് ചെയ്യുന്നവരെ എല്ലാം ഞാൻ നോക്കിക്കോളാം. യു ഡോണ്ട് വറി. അപ്പൊ പകുതി ടെൻഷൻ കുറഞ്ഞു കിട്ടി. പക്ഷെ ഇവന്റ് വേറെ ലെവലായിരിക്കണം. കൊള്ള രേവന്ത്, ഇവന്റ് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അറേഞ്ച്മെന്റ്സ് ഒക്കെ വേറെ ലെവലാ. അവൻ ഇതൊക്കെ കൊളാകാൻ കുറെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. നിനക്കതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നില്ലേ? ഫസ്റ്റ് ചെയ്യട്ടെ, ഐ വിൽ പേ ദം ബാക്ക്. ഈ ഫെസ്റ്റ് തിരുന്നതിന് മുമ്പ് അവൻട്ട് പണി കൊടുക്കണം. ആ രേവന്ത് അവിടെ പെണ്ണുങ്ങളുടെ കിടന്ന് ഹീറോ കളിക്കുക. നമ്മുടെ മുന്നിൽ ഇനി ഒരുപാട് സമയം കിടപ്പുണ്ട്. ഇവ ഗസ്റ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നീയൊന്നും മൂളിയാ മതി. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കുപ്പി പൊട്ടിച്ചടിച്ച് സെറ്റ് ആവാം. എടാ ബോധമില്ലാത്തവനെ, ചിയേഴ്സ് പറഞ്ഞതിന് ശേഷം ആരെങ്കിലും ഗ്ലാസ് താഴെ വെക്കൂ. വെള്ളടിച്ച മസിൽസ് ഒക്കെ ചീഞ്ഞു പോകുന്ന ജിമ്മിലെ മാഷ് പറഞ്ഞേക്കുന്നത്. ആ മുരിങ്ങാക്കോലിനകത്ത് എവിടെയാണ് മസില്? അല്ലല്ലേ, എനിക്കൊരു ഡൗട്ട്. എന്താടാ? എല്ലാരും ഈ വെള്ളം അടിക്കുന്നതിന് മുമ്പ് ചിയേഴ്സ് പറയുന്നത് എന്തിനാ? എന്തിനാണെന്ന് ചോദിച്ചാ, അതായത് അത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നൊരു ശീലമാടാ. ട്രഡീഷൻസ് ഫോളോ ചെയ്യണം, വെറുതെ ചോദ്യങ്ങളും ചോദിക്കരുത്. വെറുതെ മണ്ടത്തരം പറയല്ലേ. ട്രഡീഷൻസ് ആരും അങ്ങനെ വെറുതെ ഫോളോ ചെയ്യാറില്ല. അതിനൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടോ അവിടെ? ആണോ? ശരിയാണെന്ന് പറഞ്ഞേ. ശരി, ഞാൻ പറഞ്ഞുതരാം. ഒരു മനുഷ്യന് 5 സെൻസ് ഉണ്ടാവില്ലേ? സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. നമുക്ക് മദ്യം കണ്ടുകൊണ്ട് കാണാം, മൂക്ക് കൊണ്ട് സ്മെല്ല് ചെയ്യാം, ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാനും പറ്റും. കൊള്ളാലോ. നാക്കുകൊണ്ട് ടേസ്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചെവിക്ക് അറിയോടാ നമ്മൾ കള്ളു കുടിക്കുന്ന കാര്യം.
നമ്മൾ കള്ളു കുടിക്കുന്നതിന് മുൻപ് ചിയേഴ്സ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ചെവിക്ക് മനസ്സിലാവും, അങ്ങനെ നമ്മുടെ ബോഡിക്ക് മുഴുവൻ ഇൻഫർമേഷൻ കിട്ടും നമ്മൾ വെള്ളം അടിക്കാൻ പോവാണെന്ന്. ഇത് നമ്മൾ മദ്യത്തിന് കൊടുക്കുന്ന ബഹുമാനടാ. അതുപോലെ അറിയാതെ കള്ളു കുടിച്ചോളൂ ഓരോ ഇത് മണ്ടന്മാർ. കുറച്ച് ഓവറാണെന്ന് തോന്നല്ലേ നിനക്ക്? സത്യമാടെ വേണമെങ്കിൽ ഗൂഗിളിൽ നോക്ക്. നോക്കട്ടെ. അളിയ ആ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ചെയ്ത് തരുമോ? ഒന്ന് പോയടാ. റീചാർജ് ചെയ്യാൻ കാശില്ലാത്തവന്റെ അടുത്താണ് ഹോട്ട്സ്പോട്ട്. ചേട്ടാ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? നിങ്ങളെ കോളേജ് ഒത്ത് നോക്കിയാൻ. ഈ ഭാസ്കർ വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഉടായ്പ കാര്യം പറയാണെന്നുള്ള ഉറപ്പാ. എന്താ ഉടായ്പ? എന്താ കാര്യം? ചേട്ടാ കോളേജിൽ ഒരു ഫിഗർ വന്നിട്ടുണ്ട്. എന്റെ അമ്മോ, കണ്ണെടുക്കാൻ തോന്നില്ല. ആണോ? ഈ അവരാധം പറച്ചിലൊന്ന് നിർത്തോ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ കൂന്തളിക്കുന്ന കണ്ടില്ലേ നീ? ഒരു ദിവസം സ്വപ്നസുന്ദരി എന്ന് പറഞ്ഞൊരുത്തിനെ കാണിച്ചെന്ന്. അവളുടെ കോലം ഒന്ന് കാണായിരുന്നു. അയ്യോ, ഇത് അന്നത്തെ പോലെ ഒന്നും അല്ല. ഞാൻ ഈ പറഞ്ഞ ആളെ കണ്ട് നിങ്ങളൊക്കെ വാ തുറന്നു നിൽക്കും. സിസിയാ? ആ അല്ല, ഐറ്റിയാ? അല്ലെന്നേ, ആള് സ്റ്റുഡന്റ് ഒന്നും അല്ല. ലെക്ചറർ പോലും വെറുതെ വിടില്ല, നാണം കെട്ടവൻ. അതല്ലേടാ, നമ്മുടെ കോളേജില് ഫെസ്റ്റ് അടക്കാൻ പോവല്ലേ, അതിന്റെ ഇവന്റ് ഓർഗനൈസർ ആയിട്ട് വന്നേക്കുന്ന വെച്ചാ. നടക്കാത്ത ഇവന്റിന് ഓർഗനൈസറും ഉണ്ടല്ലേ. നോക്കാം എവിടെ വരെ പോകുന്നു. സ്റ്റുഡൻസിനെ കൊണ്ട് ഫാഷൻ ഷോ ചെയ്യിച്ചാലോന്ന് ആലോചിക്കാൻ ഞാൻ. ഫാഷൻ ഷോയോ? അതൊക്കെ ഇവിടെ നടത്താൻ പറ്റുമോ? ഞാനിവിടെ ഇല്ലേ, ഞാനെല്ലാം പറഞ്ഞുതരാം കേട്ടോ. ഇതെന്താ ഇത്? നിങ്ങളുടെ കോളേജിന്റെ കളർ ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. ഓ അതോ, ഞങ്ങളുടെ ചെയർമാന്റെ ഓരോരോ പ്രാന്തുകളാ, അതുകൊണ്ടാ. അത് ടീം ഇന്ത്യ കളർ. ഇതെന്താ ഓറഞ്ച് കളർ? സൺറൈസേഴ്സ്. നൈസ്. ഇന്ന് ഈവനിങ് എന്താ പ്ലാൻ? ഒന്നുമില്ല, ഒരു ഡിന്നറിന് പോയാലോന്ന്. ഓ ഐ ഗോtta go. നമുക്ക് പിന്നൊരു ദിവസം പ്ലാൻ ചെയ്യാം. ഓക്കെ, ബൈ. ഹലോ, ഐ ആം കമ്മിങ്. എന്താ പേര്? ഹാരിക സർ. സിറ്റിയിൽ നിനക്ക് ഈ കോളേജ് മാത്രമേ കിട്ടിയുള്ളൂ. എന്ത് പറ്റി സർ? നല്ല കോളേജല്ലേ? നല്ലതാ, വളരെ നല്ലതാ. മോശമെന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഇയേഴ്സിന് ഏത് കോളേജ് ആയാലും അടിപൊളിയായിരിക്കും. എടാ യുവ, കോളേജിന്റെ റൂൾസ് എനിക്ക് അറിയാവുന്നല്ലേ. നിങ്ങളുടെ ബ്രാഞ്ച് ഞങ്ങളുടെ ബ്രാഞ്ചിൽ വന്ന് റാഗ് ചെയ്യാൻ പാടില്ല. ഇവിടെ ആരടാ റാഗിങ് നടത്തുന്നത്? എന്താ മോളെ ഞാൻ റാഗ് ചെയ്തോ? കേട്ടാ എടാ, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നിങ്ങളുടെ ബാച്ചിൽ മാത്രം ഒരുപാട് പെമ്പിള്ളേര് വരുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ നോക്കിയേ. ഈ മീശയും താടിയും വെച്ച് വെറുതെ ഇരിക്കലാണ് ഞങ്ങള്. എന്ന് വിചാരിച്ചു ഞങ്ങളുടെ ബ്രാഞ്ചിൽ കയറിയ ഒരുത്തിനും മര്യാദയ്ക്ക് പോവില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാവശ്യമില്ലാത്ത പെണ്ണിന്റെ പേരും പറഞ്ഞ് അലമ്പുണ്ടാക്കാൻ നോക്കാല്ല നീ. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്റെ ഈഗോ വെറുതെ ഇരിക്കോ? അതെ കൊച്ചേ, അതിക്ക് തന്നെ. ഞാൻ ഈ സ്കാർഫ് എടുത്തുകൊണ്ടങ്ങ് പോവാ. നിന്റെ കമ്പ്യൂട്ടർ പിള്ളേർക്ക് ഇതെന്റെ വാങ്ങാനുള്ള ചങ്കറ്റുണ്ടെങ്കിലേ ഒന്ന് വന്ന് വാങ്ങിക്കേ. ഓക്കേ? അതൊക്കെ പോട്ടെ, ഇന്നലത്തെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ലായിരുന്നു. നീ മിസ് ചെയ്തു മോനെ. വന്നായിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു. കള്ള്, ഫുഡ്, ഇവനൊക്കെ വെള്ളം അടിച്ചോടെ വാള് വെച്ച് കിടക്കായിരുന്നു. അതെടാ, ബോഡി ഭയങ്കര പെയിനാ. എന്തുകൊണ്ടാടാ? വാള് വെച്ചോണ്ടാ? അല്ലടാ, കല്യാണത്തിന് ഭയങ്കര ഡാൻസ് ആയിരുന്നില്ലേ? ഭീകര DJ പരിപാടിയായിരുന്നു. പാട്ടെന്നൊക്കെ പറഞ്ഞ വേറെ ലെവൽ. ശരിക്കും? എന്നിട്ട് ഏത് പാട്ടാ പ്ലേ ചെയ്ത്? അതിപ്പോ ഈ പാട്ടെന്ന് പറഞ്ഞ നമ്മുടെ മച്ച മച്ച വലിയ മച്ച കൊച്ച കൊച്ച കുഞ്ഞു കൊച്ച കൊച്ച പണിക്ക് പോടാ. പണിക്ക് പോടാ. പണിക്ക് പോവോ? പണിക്ക് പോവാത്ത പച്ചാളം ബാസിയെ കൊച്ചട്ടൻ ചേട്ടൻ അച്ചാറിട്ടല്ലോ. പണിക്ക് പോവോ? പണിക്ക് പോവോ? പണിക്ക് പോവടാ. ഇല്ലല്ലോ ചേട്ടാ, ഇല്ലല്ലോ ചേട്ടാ. അങ്ങോട്ട് നോക്കിയടാ, ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞായിരുന്നില്ലേ ഞാൻ? ഇവന്മാർക്ക് എന്താണ് ഈ മണ്ണില് കാര്യം? ആ സ്കാർഫ് എടുക്ക. സ്കാർഫില്ലേ? ആയിക്കോട്ടെ. ധൈര്യമുള്ളവരോട് ഒന്ന് വാങ്ങാനാ പറഞ്ഞേ, അല്ലാതെ ഇങ്ങനെ പിച്ച ചോദിക്കാനല്ല. നിനക്ക് തല്ലുണ്ടാക്കാൻ താല്പര്യമുണ്ടോ? അതിന് ഞാനും റെഡിയാ. ഫസ്റ്റ് കഴിയുന്നവരൊന്ന് ക്ഷമിക്കേ. നിന്റെ ആഗ്രഹം ഞാൻ തീർത്തു തരാം. ഒന്ന് പറഞ്ഞു കൊടുക്കടാ. ഫസ്റ്റ് കഴിഞ്ഞവൻ ജയിച്ചതുപോലെ ആവില്ലേ? അത് എനിക്ക് അങ്ങനെ ഇഷ്ടാവും. ഇഷ്ടമല്ല. എടാ, എന്റെ വീക്ക്നെസ്സിന് ആയുധമാക്കരുത്. എന്ത് പറ്റി? നിനക്ക് പേടിയുണ്ടോ? എന്താടാ മാസിലൊക്കെ പിരിപ്പിച്ച് ഞങ്ങൾ തല്ലാൻ വന്നേക്ക? ഫെസ്റ്റിന് വേണ്ടി പിരിക്കുന്ന പൈസ വെച്ച് തിന്നുകൊടുത്ത് മസിലും പിരിപ്പിച്ച് വന്നിരിക്കുക പാര നാറികൾ. എന്താടാ? ആ സ്കാർഫിങ് ഇതാ.
നീ പൊയ്ക്കോ. രേവന്ത്, നിങ്ങളും പൊയ്ക്കോ. യുവ, എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നിനക്കിതൊക്കെ നിർത്തിക്കൂടെ? ഞാൻ നല്ലവനാണെന്ന് പറയാറുള്ളത് നീ മാത്രമാ. വേറെ ആരെങ്കിലും പറയൂ. അങ്ങനെ പറയുമ്പോ നോക്കാം. ഏത് പ്രോഗ്രാം ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കണമെങ്കിലും ആദ്യം സി ലാംഗ്വേജ് പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഗുഡ്, സിൻസിയർ ബോയ്. എന്താ സാർ ഇപ്പൊ ക്ലാസ് വെച്ചിരിക്കുന്നത്? അതോ ഒരാൾക്ക് വേണ്ടി? ക്ലാസ്സിൽ ഒരാളാണോ 100 പേരുണ്ടോ എന്നുള്ളതിലല്ല കാര്യം. ഇരിക്കുന്ന ഒരുത്തൻ മര്യാദയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ സാർ. അവനെ ടോർച്ചർ ചെയ്തിരുത്തിയ പോലെ ഫീൽ ചെയ്യുന്നത്. എടാ മണ്ട, അത് കരയുന്നതല്ല, അവന്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് അവന്റെ മനസ്സ് തേങ്ങി വരുന്ന ആനന്ദ കണ്ണീരാണ്. അവിടെ ഇവന്റ്സിന്റെ പരിപാടി നടക്കുമ്പോൾ നീ ഇവിടെ ക്ലാസ്സിൽ വന്ന് എന്തെടുക്കുക? എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല ചേട്ടാ, ഈ സാറ് എന്നെ നിർബന്ധമായിട്ട് ഇവിടെ പിടിച്ചുകൊണ്ടിരുത്തിയതാ. സാർ, ദിസ് ഈസ് ടു മച്ച് സാർ. നീ പൊയ്ക്കോ. താങ്ക്സ് ചേട്ടാ. ക്ലാസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാറിന് അറിയാവുന്നല്ലേ, ഫസ്റ്റ് കഴിയുന്നവരെ ക്ലാസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ചെയർമാന്റെ പെർമിഷൻ കിട്ടിയിട്ടുള്ള. ഇനി സാർ ഇത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഉറപ്പായിട്ടും കംപ്ലൈന്റ് ചെയ്യും. ബാക്കി സാറിന്റെ ഇഷ്ടം. ഡിസ്റ്റർബൻസ് ഓഫ് ഇന്ത്യ, ഇഡിയറ്റ്സ്. എന്റെ ബ്ലൈൻഡ് 100. എന്റെ 200 രൂപ. എന്റെ അമ്മേ, പിന്നെ എന്താ പറ്റിയ സാറേ? അവനെ കൊല്ലും ഞാൻ. ആരേ സാറേ? വേറെ ആരെയാ? ആ രേവന്തിനെ. ഇന്നെന്റെ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്തു. അവനും പഠിക്കില്ല, മറ്റുള്ളവരെ പഠിക്കാൻ സമ്മതിക്കില്ല. ബോധമില്ലാത്ത തെണ്ടി. നമ്മൾ എന്തിനെങ്കിലും ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ? അതൊക്കെ വിട്ട് ഞങ്ങളോട് ചീട്ട് കളിക്കേ. എന്തിന്? എല്ലാം നിങ്ങളുടെയൊക്കെ തലയിലേക്ക് കൊട്ടിടാനോ? മെഷീൻസ് ഉണ്ടാക്കാൻ ഇപ്പൊ റോബോട്ട് അവർ യൂസ് ചെയ്ത് തുടങ്ങി. റോബോട്ടിക് സയൻസ് എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് ഏത് നാറിയാണ്. എന്താ ഹാങ് ഓവറാ? അതേടാ, ഒരു രക്ഷയില്ല. ഉറപ്പായിട്ട് ഇന്നത്തോടെ ഞാൻ വെള്ളോടി നിർത്തി. ഹാങ് ഓവർ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാരും പറയുന്ന കഥ തന്നെയാ ഇത്. അല്ല, നിങ്ങൾക്ക് എന്ത് പറ്റി? പതിവില്ലാതെ കോളേജിലേക്ക് വന്നു. ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടാ. എന്ത് പ്രോബ്ലം? ഞങ്ങൾ വെറുതെ സസ്പെൻഡ് ചെയ്ത് കേട്ടാ. പേരൻസിനെ കൂട്ടി വരണമെന്നാ പറയുന്നത്. ചേട്ടനൊന്നും സംസാരിക്കും പ്ലീസ്. പ്ലീസ് ഒന്നും ആയേട്ടാ. ശരി, നിങ്ങൾ നടക്ക്. നമസ്കാരമുണ്ട് കൃഷ്ണമൂർത്തി സാറേ. എന്താ കാര്യം? എന്റെ പിള്ളേരെ സസ്പെൻഡ് ചെയ്തു പറഞ്ഞു. അതിനിപ്പോ എന്താ? സ്റ്റുഡൻസ് ആവുമ്പോൾ തെറ്റുകളൊക്കെ പറ്റുന്ന വരും സാറേ. അതിന് നിങ്ങളെ പോലുള്ളവരൊക്കെ ഇരുത്തി സംസാരിക്കണം. അല്ലാതെ എല്ലാ കാര്യത്തിനും പേരൻസിനെ വിളിച്ച് പറയാൻ നിൽക്കുന്ന എന്തിനാ? ഇതൊക്കെ പറയാൻ നീ വന്നതിനാ? അവരുടെ പാരന്റ്സ് വരട്ടെ, എന്നിട്ട് സംസാരിക്കാം. പേരൻസ് ഒന്നും വരാൻ പോകുന്നില്ല. എന്റെ പേരെന്താന്ന് പറയും? രാജേഷ് എന്നോ? ഞാനാണ് രാജേഷിന്റെ ചേട്ടൻ. സാറ് പറഞ്ഞു. അവനെന്താ ചെയ്തെന്ന് നിനക്കറിയോ? അവർ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ ഇത് ഇവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞാൻ സാറിന് ഗവനിക്കേണ്ടി വരും. ബാക്കിയൊക്കെ സാറിന്റെ ഇഷ്ടം. കഷ്ടമാണല്ലോ. ശരി, പോക്കോ. വെരി ഗുഡ്, താങ്ക് യു. നിങ്ങൾ എന്തിനാ സാർ അവരെ ഇപ്പൊ വെറുതെ വിട്ടത്? എല്ലാം കേട്ടില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? ഇവന്മാരോട് കൊമ്പ് ഓർത്താലേ എന്റെ പണി നടക്കില്ല. അപ്പൊ എന്റെ കംപ്ലൈന്റ് ലെറ്റർ? ഫ്രഷറിന്റെ അടുത്ത് എന്താണ് പരിപാടി? ഇവനെന്താ പറഞ്ഞേ? റെക്കോർഡ് എഴുതി കൊടുക്കാൻ പറഞ്ഞു സാർ. എടാ, നിനക്ക് റെക്കോർഡ് എഴുതണമെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് സ്വന്തമായിട്ട് എഴുതിക്കോണം. ബാക്കിയുള്ള പിള്ളേരെ ബുദ്ധിമുട്ടിക്കാൻ എന്തിനാടാ? നീയൊക്കെ കാരണം കോളേജിന്റെ ഉള്ള അഭിമാനം പോവും. ഇവൻ കാരണം കോളേജിന്റെ അഭിമാനം പോകുന്നുണ്ടെങ്കിൽ ഇവനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്റെ സപ്പോർട്ടുള്ള ആളുടെ ദേഹത്ത് നീ കൈവയ്ക്കോടെ. എടാ, നിന്റെ പ്രോബ്ലം എന്താടാ? നിനക്ക് ഈ കോളേജ് ഫെസ്റ്റ് നടത്തണം, അതല്ലേ വേണ്ടേ? വാ വാ വാ, നടക്ക്. ഈ ഫെസ്റ്റ് ഞാൻ നടത്തണം എന്നുള്ളത് നിന്റെ ആഗ്രഹം. പക്ഷെ ഈ ഫെസ്റ്റ് നടക്കാനേ പാടില്ലെന്നുള്ളത് എന്റെ ആഗ്രഹം. എന്തുകൊണ്ട്? എന്താന്നോ? ഇതെന്റെ വീക്ക്നെസ്. എടവും വേണോന്ന് വെച്ച് പണി തന്നോണ്ടിരിക്കുക. നീ വെറുതെ അവനോട് തട്ടിക്കയറാൻ നിന്ന ഫെസ്റ്റ് ക്യാൻസൽ ആവും. പറഞ്ഞേക്കുവാ. സുഷ്മ, വാടി. താങ്ക്സ് ചേട്ടാ. ആ യുവ വെറുതെ നമ്മുടെ മെക്കിട്ട് കയറുക.
അവൻ വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി തല്ലുണ്ടാക്കാൻ നോക്കുക. എടാ നീ ഒരു തവണ പ്രിൻസിപ്പൽ സാറിനോട് അവനെ കുറിച്ച് സംസാരിച്ചു നോക്ക്. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലാവുമല്ലോ. കോളേജിനകത്ത് തന്നെ അവൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇനി വെളിയിലേക്ക് ഇറങ്ങിയ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്തോ. കരീംബായി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ എന്നെ തല്ലൊതുക്കാനായിട്ട് എന്റെ ഏരിയയിലേക്ക് വന്നത് 10 ഗുസ്തിക്കാരായിരുന്നു. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക്. പക്ഷെ ഞാൻ പേടിച്ചില്ല. ആ വന്നവന്മാരെയൊക്കെ ഓരോരുത്തരായിട്ട് ഞാൻ തല്ലി വീണ്ടും തല്ലി വീണ്ടും തല്ലി മുഴുവൻ ആൾക്കാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്റെ അമ്മേ, ഇതെന്താ ചെട്ടിഭാഗം മാർക്കറ്റിലേക്ക് കയറി പോണ പോലെ ഉണ്ടല്ലോ. അവര് വന്നോ? ആയേ എന്റെ അമ്മേ, ഇത്രയും ബിയർ കുടിച്ച അയാളുടെ വയറ്റിലെന്തോ വല്ല കരിങ്കിൽ കോറിയാ. ഒന്നും മിണ്ടാതെ നടക്കുന്നേ. ബൈ യുവ. നമസ്കാരം ബൈ. എഴുന്നേറ്റ് പോടോ. വെറുതെ എന്നെ അപമാനിക്കരുത്. പോവാനാ പറഞ്ഞേ. 12 ബിയർ കുടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ കാല് പിടിക്കുക. ഒന്ന് എഴുന്നേറ്റ് പോടേ. എടാ ചോട്ടു, ഒരു സ്ട്രോങ് ബിയർ കൂടെ എടുത്തിട്ട് വന്നേ. നിങ്ങൾക്ക് സ്ട്രോങ് ബിയർ വന്നൊരു നാണമില്ലാതെ സ്ട്രോങ് ബിയർ ചോദിച്ചു കണ്ടില്ലേ? ആ ഭയ്യ, എന്തിനാ വിളിപ്പിച്ചേ? നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ എന്റെ കൂടെ ചേർന്ന കുറെ ഗുണങ്ങളുണ്ട്. ഞാനൊരു കാര്യം ഏൽപ്പിക്കാം. അത് ചെയ്യാൻ പറ്റുമോ? എന്താ അത്? കൊക്കെയിൻ. സിറ്റിയിൽ ഒരുവിധം കോളേജുകളിലൊക്കെ ഇത് സുലഭമായിട്ട് കിട്ടും. ഇനി നിങ്ങളുടെ കോളേജിൽ കൂടി ഇതിന്റെ ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം. എന്തു പറയുന്നു? എന്നെ കുറിച്ച് എന്തൊക്കെ അറിഞ്ഞു എന്നല്ല പറഞ്ഞേ. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ക്ലാരിറ്റി തരാം. എനിക്ക് ആ കോളേജ് ഇഷ്ടമല്ല. കോളേജിനോടേ ദേഷ്യമുള്ളൂ. അവിടുത്തെ സ്റ്റുഡൻസിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡ്രഗ്സ് വിൽക്കുന്നത്, ബെറ്റിംഗ് നടത്തുന്നത്, ഗാംബ്ലിംഗ് നടത്തുന്നത്, ഈ വക കാര്യങ്ങളായിട്ട് വന്നേക്കരുത്. നോ 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 നോ, ഡോണ്ട് ഗെറ്റ് നെർവസ്. കോൺഫിഡന്റ് ആയിട്ട് നടക്കണം. ഓക്കെ, യു ഷുഡ് ക്യാരി യുവർ ഓൺ ആറ്റിറ്റ്യൂഡ്. ഗോ ഗോ. ഏയ്, നീ ഇങ്ങനെ നോക്കി നിന്ന് അത് അവർക്കൊട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. ക്യാൻ യു പ്ലീസ് ഗോ അവേ? പിന്നെ ഇത് ഞാൻ പഠിക്കുന്ന കോളേജാ. പിന്നെ ഞാനിവിടുന്ന് പോകേണ്ട കാര്യം എന്താ? എനിക്ക് കാണണം. അത് നീ സ്റ്റേജിൽ കണ്ടാ മതി, ഇവിടെ വേണ്ട. അത് എന്റെ സൗകര്യം. ഞാൻ എപ്പോ വേണമെങ്കിലും കാണും, എവിടെ വേണമെങ്കിലും നോക്കും. യു ആർ ക്രോസിംഗ് യുവർ ലിമിറ്റ്. വെയിറ്റ്, ഞാൻ രേവന്തിനൊന്ന് വിളിക്കട്ടെ. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. വിളിക്ക്. എന്താ ഇവിടെ എന്താ പരിപാടി? രണ്ടടിക്കാം. മദ്യം റെഡി. മദ്യോ? ചേട്ടാ, ഇതിപ്പോ റമ്മാണോ ബ്രാൻഡി ആണോ വേറെ സാധനമാണോ? ഏതോ ഒരു സാധനം കിട്ടുന്ന അടിച്ചിട്ട് പോകാൻ നോക്ക്. ഓ, എങ്ങോട്ടാ? വെള്ളം അടിക്കാനാണോ? ഇന്നലെ വെയിലുണ്ടല്ലോ, അപ്പൊ ചെടി നനയ്ക്കാന്ന് വിചാരിച്ചു. പോയടാ. എപ്പോഴും ഇവരുടെയൊക്കെ കൂടെ കൂടിയിട്ട് വെള്ളമടി, സിഗരറ്റ് വലി. നീയൊക്കെ കൂടിയാടാ ഇവന് ചീത്തയാക്കി കൊണ്ടിരുന്നേ. ഞങ്ങളല്ലേ, ഞങ്ങൾക്ക് ഇതുവരെ കള്ളുപടിയിലെ ഡിഗ്രി പോലും കിട്ടിയിട്ടില്ല. പക്ഷെ ചേട്ടൻ എപ്പോഴേ ഡോക്ടറേറ്റ്. മുഖസ്തുതി എനിക്ക് ഇഷ്ടമല്ല. നോക്ക്, വെള്ളം അടിച്ച് മുഖമൊക്കെ നീര് വെച്ചിരിക്കും. എന്റെയോ? ശരിക്കും? ഒരു കുഴപ്പമില്ല. താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ശരിയായി കൂടും. ഒന്നുകൂടി തുടുത്തു. വെറുതെ സംസാരിച്ച സമയങ്ങളെന്തിനാ? നടക്ക്, നല്ല നല്ല ഈവൻസ് നടക്കുന്നുണ്ട്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഇവന്റിന്റെ പേര് JM ജാം. ജസ്റ്റ് എ മിനിറ്റ്. ഞാനൊരു ടോപ്പിക് തരും. പാർട്ടിസിപ്പൻസ് എല്ലാരും അതേപറ്റി 1 മിനിറ്റ് നിർത്താതെ സംസാരിക്കണം.
അങ്ങനെ ഇങ്ങ് വാ. സംസാരിക്കുന്നതിൽ വളരെ നീ എന്റെ confident കൈയൊന്ന് ആയിട്ട് വിട്. സംസാരിക്കുന്ന ആൾക്കായിരിക്കും നമ്മൾ മുൻഗണന നൽകുക. എനിക്ക് വേറെ ഒരു പണിയുണ്ട്. മിനിറ്റാണ് വരാനല്ലേ സംസാരിക്കേണ്ടത്. മാറ്. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് രാഹുൽ ഫ്രം ട്രിപ്പിൾ നീ എന്തിനാ എന്നെ പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന് എനിക്കിപ്പോ എന്താ പ്രശ്നം? മിണ്ടാതിരുന്ന് നോക്ക്. എന്തിനാ ഇവൻ ഇവിടെ വന്നിരിക്കുന്ന ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ ഹേമന്ത്. നീ നോക്ക്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടെക്നോളജിയെ കുറിച്ചാണ്. എന്ത് ഇന്ന് നമ്മുടെ കാര്യം? ലൈഫ് മുഴുവൻ നീ അതൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിട്ട് ഓരോരോ ഇതിന്റെ കാര്യം ടെക്നോളജിയിലൂടെയാണെന്ന് മാത്രം പറയാം. അതിലൊന്നാണ് ഇപ്പോ റോബോട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോ റോബോട്ടിക് എന്തോന്ന് ടെക്നോളജീസ് വളർത്തുന്നതിൽ ഒരുപാട് റിസർച്ചേഴ്സ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ പെട്രോളിയം, റെസ്റ്റോറന്റ്സ് അങ്ങനെ എല്ലാ മേഖലയിലും സഹായകരമാകും. ഇപ്പൊ കാണിച്ചു തരാം. എടി വേണ്ടടി. സോ നമ്മുടെ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് യുവ ഫ്രം ഫൈനൽ ഇയർ മെക്കാനിക്കൽ. യുവ യുവ ഏ? നിന്നെയാടാ. എന്നെ ഒന്നല്ലായിരിക്കും. നീ ഒന്ന് നിന്നെ പോയേ. തന്നെയാ. വെറുതെ തമാശ പറയില്ല നീ. ഞാൻ കിടന്നോട്ടെ. ചെല്ല്. നീ ഒന്ന് പോയേ. യുവ എന്തോ നോക്കി കട അങ്ങോട്ട് നോക്ക്. സാരമില്ല, വരുന്നില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. Greetings everyone. The impact of today's technology is unmeasurable. We use technologies everywhere, every time. These are all advantages and disadvantages of today's technology. Yeah, that's it. Thank you. സൂപ്പർ. നിനക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണോ? വേണം. ഫെസ്റ്റിനെ കുറിച്ചൊന്നുമല്ല, പിന്നെ യുവ സാറിനെ കുറിച്ച്. യുവയെ കുറിച്ചോ? എന്താ അറിയണ്ടേ? കോളേജ് മുഴുവൻ യുവ സാറിനെ ഒരു റൗഡി ആയിട്ടാ കാണുന്നത്. പക്ഷെ ഇന്നലെ അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിച്ച. ഞാനതൊട്ടും എക്സ്പെക്ടേ ചെയ്തില്ല. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. യുവയെ പറ്റി കൂടുതൽ അറിയാൻ ഞാൻ ക്യൂരിയസ് ആയിട്ടിരിക്കുക. യാ, ഈ കോളേജിൽ എല്ലാരും വിചാരിക്കുന്ന പോലെ അവൻ റൗഡിയൊന്നുമല്ല. ഫസ്റ്റ് ഇയറിലെ കോളേജ് ടോപ്പറായിരുന്നു. ഇവിടെ എക്സാം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവന്റെ സീറ്റ് വിൻഡോ സൈഡിന് അടുത്തായിരുന്നു. സ്ക്വാഡ് വരുന്നു എന്ന് അറിഞ്ഞപ്പോ കോപ്പി അടിക്കാൻ കൊണ്ടുവന്ന പേപ്പർ എല്ലാരും അങ്ങോട്ടാ എറിഞ്ഞത്. അതൊന്നും അവന്റെതല്ലാന്ന് പറഞ്ഞിട്ടും അവര് അവനെ കൊണ്ട് എക്സാം എഴുതിച്ചില്ല. ഫസ്റ്റ് ഇയറിലെ കോളേജ് ടോപ്പറായിരുന്ന അവന് ഇങ്ങനൊരു സംഭവം നടന്നപ്പോ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ ഇത്രയും ചെറിയ കാര്യത്തിനോ? പുറമേന്ന് നോക്കുന്നവർക്ക് ഇത് ചിലപ്പോ ചെറിയ വിഷയം തന്നെ ആയിരിക്കും. പക്ഷെ എനിക്ക് അവനെ ചെറുപ്പം മുതലേ അറിയാം. അപ്പം മുതല് എല്ലാ ക്ലാസ്സിലും അവൻ തന്നെയായിരുന്നു ഫസ്റ്റ് വന്നോണ്ടിരുന്നത്. അങ്ങനെ ഒരാൾക്ക് സപ്ലിമെന്റ്സ് എഴുതേണ്ടി വരാന്ന് പറയുന്നത് ഇൻസൾട്ടിംഗ് ആയ കാര്യം തന്നെയായിരിക്കും. അവനെ നോർമലാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് നോക്കിയതാ, പക്ഷെ നടന്നില്ല. ഭയങ്കര വാശിക്കാരനാ. യുവകാരനോട് ആകെ പ്രശ്നമാണ് സാർ. എല്ലാത്തിലും വെറുതെ ഇടങ്കോലിടുക. സാർ അതിനെതിരെ എന്തെങ്കിലും ഒരു സീരിയസ് ആക്ഷൻ എടുത്തേ പറ്റൂ. നോക്കേ, കോളേജിൽ ആക്ഷൻ എടുക്കുമ്പോൾ അത് സ്റ്റുഡൻസിന്റെ ചേഞ്ചിന് വേണ്ടിയിട്ടല്ലാതെ അവരുടെ കരിയർ സ്പോയിൽ ചെയ്യാൻ വേണ്ടി ആവരുത്. ഈ ഫെസ്റ്റ് കഴിയുന്നവരെ താനൊന്ന് സമാധാനിക്കടൂ. അല്ലെങ്കിൽ തന്നെ കമ്മീഷണറും MLA ഒക്കെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നതാ. ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കഴിക്ക. എന്താടാ ഇത്? ബിയർ. കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് കള്ളം പറഞ്ഞ പോരെ? എന്തിനാടാ ബിയർ ആണെന്ന് നേരിട്ടങ്ങ് പറഞ്ഞത്? നിങ്ങളെയൊക്കെ പേടിച്ച് ഞാൻ എന്തിനാ നുണ പറയുന്നത്? പേടിച്ചോ? നീ ആരോടാ സംസാരിക്കുന്ന അറിയോ? ആദ്യ നാരായണൻ നെംടെക് ഗോൾഡ് മെഡലിസ്റ്റ്. മാർക്കന്ന് ജയിപ്പിച്ചിട്ടാ ഞങ്ങൾക്ക് കിട്ടിയതുപോലെ മെഡൽസ് ഒക്കെ. ഡാ, നിന്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട്. ഇത് എന്ത് ടീഷർട്ടാടാ ഇത്? കോളേജിൽ ഇടാൻ പറ്റിയ ഡ്രസ്സാണോ ഇത്? ഇതൊക്കെ പുതിയ സ്റ്റൈലല്ലേ? ഇത് സ്റ്റൈലല്ലടാ. കുടിച്ചു ബോധം പോയപ്പോ സിഗരറ്റ് കൊണ്ട് നീ തന്നെ കുത്തി തുളയുണ്ടാക്കിയത് പോലെ. ചുമ്മാ മണ്ടത്തരം പറയാതെ സാറ്. സാറിന് ജോലിയും കൂലി ഇല്ലായിരിക്കും, പക്ഷെ എനിക്ക് ഒരുപാട് പണികളുണ്ട്. ഇത് പിടിക്ക്, ഞാൻ പോട്ടെ. എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലെന്നോ? ഇതവിടെ എന്താ സാറ് പറ്റിയേ? അവനെ കൊല്ലും ഞാൻ. ആരെ? രേവന്തിനാ? അല്ല, ആ യുവയെ. അവൻ എന്റെ ഈഗോ ഹേർട്ട് ചെയ്തു.
ഇങ്ങനെ കൊല്ലാൻ നിന്ന ഈ കോളേജിൽ ആരെങ്കിലും ബാക്കി കാണുമോ സാറേ? ചത്തു തൊലയട്ടെ സാർ. രാത്രി ഇരുന്ന് പഠിച്ച് എക്സാമിൽ പാസ്സാവാൻ പറഞ്ഞപ്പോ ബിയർ അടിച്ച് കട്ടിൽ കിടന്ന് മുള്ളുന്നവനവൻ. ഇവനെയൊക്കെ കൊണ്ട് നാടിന് എന്താ പ്രയോജനം? എന്ന് വെച്ചാൽ എല്ലാരും ഓരോ ദിവസം കൊല്ലാൻ തുടങ്ങിയ നിങ്ങൾ ഇന്ന് എന്തായി കളിക്കുന്നത്? റമ്മി. അപ്പൊ ഇന്നലെ റമ്മി തന്നെ. നിങ്ങൾ ദിവസം ഓരോ കളി കളിക്കുന്നത് തെറ്റല്ല. ഞാൻ ദിവസം ഓരോരുത്തരെ കൊല്ലണമെന്ന് വിചാരിക്കുന്നതാണ് തെറ്റല്ലേ? വെറുതെ ചൊറിയാൻ നിന്നാൽ ആദ്യം അയാൾ നമ്മളെ തന്നെ കൊല്ലും. നമ്മൾ ഈ കളിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിന്നെ റാഗി എന്നും പറഞ്ഞ് ഞങ്ങളുടെ പിള്ളേർക്ക് കംപ്ലൈന്റ് കൊടുത്തു കേട്ടു. നമ്പർ മേടിക്കാനുള്ളേ. ആ നമ്പർ പറ. നമ്പർ പറയടേ. 9849. അവിടെ എന്താ പരിപാടി? റാഗിങ് ചെയ്യട്ടോ. അത് അത്രയ്ക്ക് പുണ്യപ്രവൃത്തി പോലെ ഇത്രയ്ക്ക് അഭിമാനത്തോടെ പറയുന്നത് എന്താണ്? അന്ന് ഞങ്ങള് സസ്പെൻഷൻ ക്യാൻസൽ ചെയ്ത് എൻകറേജ് ചെയ്ത് ചേട്ടനല്ലേ? അപ്പൊ നിങ്ങൾ റാഗിങ് ചെയ്തിട്ടാണോ കംപ്ലൈന്റ് വന്നത്? അവിടെ നിൽക്ക്, ഞാൻ തരാം. ഓടിക്കോ. ഇനി റാഗിങ്ങിന്റെ പേര് പറഞ്ഞറിയാ കൊന്നു കളയും ഞാൻ, കേട്ടാ? എന്താ ഫ്രഷറാ? അതെ സർ. ഏത് ബ്രാഞ്ച്? കമ്പ്യൂട്ടർ സയൻസ്. കണ്ടപ്പോഴേ തോന്നി. എന്താ അവന്മാര് ഫോൺ നമ്പർ ചോദിച്ചോ? അതെ സർ, അവര് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്നവർക്ക് ഫോൺ നമ്പർ കൊടുത്ത അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ അറിയാം സർ, അതുകൊണ്ടല്ല അച്ഛന്റെ നമ്പർ കൊടുക്കുന്നത്. എന്റെ അമ്മോ, അപ്പൊ എനിക്കും അപ്പന്റെ നമ്പർ തന്നെ തരുമോ? എന്താ സർ? ഒന്നുമില്ല. നിങ്ങൾക്കാണെങ്കിൽ ഞാൻ എന്റെ നമ്പർ തന്നെ തരാം. ശരി, താൻ ക്ലാസ്സിൽ വെക്കോ. അപ്പൊ നമ്പർ വേണ്ടേ? അവിടെ നിനക്ക് നമ്പർ തരാന്ന് പറഞ്ഞോ? അപ്പൊ നീ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഒറ്റ ബിയർ അടിച്ചോളൂ ഞാൻ. അതല്ലേ അങ്ങനെ പറയ്. ഈ ഇടയായിട്ട് നിനക്ക് തീരെ കപ്പാസിറ്റി ഇല്ലടാ. നീ ഒന്നും മിണ്ടാതിരിക്കടാ. നീ ആളുടെ നമ്പർ വാങ്ങിയില്ലയോ? ഇല്ലടി. എടി, നീ എന്തിനാ ഇങ്ങനെ ഓവറാക്കി നശിപ്പിക്കാൻ നിൽക്കുന്നത്? നീ പോയി നിന്റെ CSC കാരോട് ചുറ്റിപ്പോ. മിണ്ടാതിരുന്നോ. ജാനു കോളേജിൽ വേറെ ബ്രാഞ്ചിലാണെങ്കിലും പ്രിയ വന്നാൽ നമ്മുടെ ബ്രാഞ്ചിലാടാ. കറക്റ്റാ പറഞ്ഞത്. എന്താ കുപ്പിയോടോ, ഒന്ന് പറഞ്ഞുവിട്, ഇത് അടിക്കണ്ടേ? ഐഡിയ. എടി, നിന്റെ അച്ഛന്റെ നമ്പർ പറഞ്ഞു. എന്തിനാണ്? നിനക്ക് സമയം എത്രയെന്ന് അറിയോ? ഒരു പെങ്കൊച്ചിനെ വളർത്തി വലുതാക്കി പാതിരാത്രിക്ക് ഇങ്ങനെ ചുറ്റി തിരിയാൻ വിടുന്നതാണോ? നിന്റെ അച്ഛന്റെ സംസ്കാരം ഒന്ന് വിളിച്ച് ചോദിക്കാൻ പോവാ ഞാൻ. നിനക്ക് കുടിക്കാൻ വേണ്ടി വെറുതെ എന്റെ അച്ഛന്റെ ഉറക്കം കളയാൻ നിൽക്കണ്ട. ഞാൻ എന്തായാലും പോവാ. നിങ്ങളൊക്കെ കുടിച്ചങ്ങ് ചാവും. എടാ, കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായി. നീ എടുത്തോ. നിനക്ക് കോമൺ സെൻസ് ഇല്ല, അവർക്ക് വേണമെന്ന് ചോദിക്കണ്ടേ? പിന്നെ ആകെപ്പാടെ ഒരു ഫുള്ളേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വെച്ചടാ. ഒരെണ്ണം കട്ടയ്ക്ക് ഒഴിച്ചേ, എന്റെ കൈയും കാലും പറക്കണം. കള്ളു കുടിക്കുന്ന സമ്മതിക്കില്ല. ആരെയും വിളിക്കും. ഏതോ അൺനോൺ നമ്പറാ ഈ നേരത്തെ ഇത് ആരടാ? ഹലോ, ആരാ? ഞാനാ സർ, ശോഭിത. ശോഭിത? അതെ സർ. ഇന്ന് കോളേജിൽ വെച്ച് നിങ്ങൾ എന്നോട് നമ്പർ ചോദിച്ചു, പക്ഷെ വാങ്ങാതെ പോയില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. പറഞ്ഞു. എന്തെന്തോണ്ടിരിക്ക? ഈ ടൈമിൽ ആമ്പിളർ എന്താ ചെയ്യാ? വെള്ളോടി. അതെയോ? ഏതാ ബ്രാൻഡ്? മാൻഷൻ ഹൗസ്. സുപ്രീം സ്റ്റാറിന്റെ ബ്രാൻഡ്. അപ്പൊ തനിക്ക് സുപ്രീം സ്റ്റാറിന് ഇഷ്ടമാ? ഇഷ്ടമാണെന്നല്ല, എനിക്ക് ഭ്രാന്താ. അല്ല, നീ ഇപ്പൊ എവിടെയുള്ള? ഞാൻ ഇവിടെ അടുത്ത് ഇന്ദിരാനഗറിലാ. അവിടെയാണോ? ആ ഏരിയയിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. എന്നിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഒരു സായിബാബ ടെമ്പിൾ കണ്ടിട്ടുണ്ടോ? ഓ, ടെമ്പിൾ അല്ലേ. ടെമ്പിളിലേക്ക് ഞാൻ ജീവിതത്തിൽ വരാറില്ല. പക്ഷെ അതിന്റെ അടുത്തുള്ള വൈൻ ഷോപ്പ് ഇല്ലേ, അവിടേക്ക് ഞാൻ വരാറുണ്ട്. പ്രിയേ മനം തഴുകുമോ ഇനി, പ്രിയേ മനം തഴുകുമോ ഇനി, പ്രിയേ മനം തഴുകുമോ ഇനി, ഓ പ്രിയേ മനം തഴുകുമോ ഇനി, പ്രിയേ മനം തഴുകുമോ ഇനി, പ്രിയേ മനം തഴുകുമോ ഇനി, ഓ നീ വരുമോ എൻ മനസ്സിലെ എൻ പനങ്കി
ഫുൾ ഡേ എന്റെ കൂടെ തന്നെ അല്ലായിരുന്നോ? നിന്റെ ഫ്രണ്ട്സ് എന്തെങ്കിലും വിചാരിക്കില്ലേ? നീ പേടിക്കണ്ട, അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടൊരു നാലുകളും ഇല്ല. ഓ ശരി, എന്നാ പിന്നെ താൻ പൊക്കോ, ഞാൻ വിളിച്ചോളാം. പിന്നെ എന്തു പറ്റി? അത് അത് പിന്നെ വിളിക്കാം, ഞാൻ വിളിച്ചോളാം നിന്നെ. ഓക്കെ, ശരി, ബൈ. ബൈ. എന്താടാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിനക്ക് ആ ശോഭിതയോട് പ്രേമം തുടങ്ങിയോ? പ്രേമല്ലൊരു മണാട്ടില്ല. അല്ല, എന്നാലും നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലായി? ആ കവറിട്ട് തീർക്ക്. ഇതിനിടയ്ക്കാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പൊ ഹീറോ എന്താ ചെയ്യാന്നറിയോ? എന്താ ഇത്? ഹീറോയുടെ ഫ്രണ്ടിന്റെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചിട്ട് ജിഗർ ജിൽ ജിൽ ജിഗർ. Hey guys, where are you? നോക്കിയേ, I'm already in college. ഓ വേഗം ഒന്ന് ഇങ്ങോട്ട് വാ. ഒരു 2000 രൂപ എടുത്തേ, ഒരു സൂപ്പർ സീൻ കാണിച്ചു തരാം. 2000 വേണോ? 2000. What is this? എന്ത് പറ്റി? 2000 പോരെ, ബാക്കി കാർഡിൽ സ്വൈപ്പ് ചെയ്യാം. എന്ത് തോന്നിയസേ കാണിക്കുന്ന? മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ഡീ എന്താടി, ആ രേവന്ത് ഞങ്ങൾ വരുന്നതിനേക്കാൾ കൂടുതലെല്ലാം തരുന്നുണ്ടോ എനിക്ക്? അത്രയ്ക്ക് സൂപ്പർ ആവൻ. അവള് രേവന്ത് തമ്മിൽ സെറ്റാണോ? സോറി പറടാ. വേണ്ട, ഇത് തീക്കളിയാ. എന്നാ നീ ഉണ്ടാക്കടാ, മര്യാദക്ക് സോറി പറ. സോറി. താങ്ക് യു. ഏതോ ഒരു നറുമുഖം ഇത് പ്രിയേ, നീ മനം കവർന്നതോ മനം ഒരു പുതു കവിതയായി. ഏതോ ഒരു നറുമുഖം ഇത് പ്രിയേ, നീ മനം കവർന്നതോ മനം ഒരു പുതു കവിത.
എന്താടാ മുഖം പാടിയിരിക്കുന്നത്? ഇന്നലെ ക്രിക്കറ്റ് മാച്ചിൽ ബെറ്റ് വെച്ചിട്ട് 2000 രൂപ. ഒന്ന് പോയടാ ചീള് കേസ്. വെറും 2000 രൂപയല്ലേ പോയുള്ളൂ. ലക്ഷങ്ങൾ കളഞ്ഞ് എത്ര പേരാ കുത്തവള എടുക്കുന്നറിയോ? ഇപ്പഴേ ഇതൊക്കെ നിർത്താൻ നോക്ക് നീ. എന്താ ചേട്ടാ ഇത്? അവൻ എന്നെ തല്ലിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ ബെറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ വേറെന്താ ചെയ്യണ്ടേ? അവന്റെ പെണ്ണിന്റെ അടുത്ത് കച്ചറ കാണിച്ച് ഞാൻ വെറുതെ വിടുന്ന? അവനായോണ്ട് ഒന്നേ പൊട്ടിച്ചുള്ളൂ. ഞാനായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കില്ലായിരുന്നു. എടാ യുവ, അവനെ തല്ലിയ ഭാസ്കറിന് തല്ലുകൊണ്ടൊന്നല്ല പറയാ, യുവയുടെ ഗ്യാങ്ങിലെ ഒരുത്തരെ തല്ലിയെന്ന് പുറത്തറിയും. അതുകൊണ്ട് നമ്മൾ ഇതിനെ റിയാക്ട് ചെയ്തേ പറ്റൂ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? ആ പെണ്ണ് കോളേജിൽ നിന്ന് പറഞ്ഞയക്കേട്ടാ. ആ ഈവന്റ് ഓർഗനൈസർ പെണ്ണിനൊരു ചേട്ടനുണ്ട്. അങ്ങേരെന്ന് ചൊറിഞ്ഞു വിട്ടാ യുമാരുടെ കാര്യം സെറ്റാവും. ചേട്ടാ ചേട്ടാ മിണ്ടരുത്. ചേട്ടാ കാര്യം എന്താ? ഇവന്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് നിനക്ക് വേറെ പരിപാടികളാണല്ലേ? ചേട്ടാ അതിന് ഞാൻ എന്താ ചെയ്തേ? എന്താ ചെയ്തെന്നോ? വീട്ടിലെത്തി ഞാൻ പറഞ്ഞുതരാം നീ എന്താ ചെയ്തെന്ന്. ഞാൻ പറയുന്നത് കേക്ക്. വണ്ടി കയറി ചേട്ടാ കമോൺ കമോൺ, ഗുഡ് ബോളിംഗ് ഗുഡ് ബോളിംഗ്. കമോൺ കമോൺ, ഈ മാച്ച് എങ്ങനെയെങ്കിലും നമ്മൾ ജയിക്കണം. ഒരുമിച്ച് നിൽക്കാതെ കുറച്ച് മാറി നിൽക്ക്. കമോൺ കമോൺ കമോൺ. എന്താ നിനക്കെന്തായി പറ്റിയേ? നൗഷി അവളുടെ ചേട്ടൻ വന്നപ്പോ കൂട്ടിക്കൊണ്ടുപോയി. അല്ല പെട്ടെന്ന് നടന്ന എനിക്കറിയില്ലടാ, ആരോ മോശമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഇവ അവന്റെ ശിങ്കിടികളും ആയിരിക്കും. ഇപ്പൊ വേണ്ട, ആദ്യം ഫെസ്റ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. അപ്പൊ ഈവൻ ഹോസ്റ്റിംഗ് ആരടാ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഒരു ശോഭിത ഇല്ലേ, അവൾ അടിപൊളിയാ. പ്രോഗ്രാം നന്നായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിനക്കെന്ത് തോന്നുന്നു? ആദ്യം ഗസ്റ്റുകളെ ബേസ് ചെയ്ത് സംസാരിക്കണം, പിന്നെ ക്ലാസിക്കൽ ഡാൻസ്, അതിനുശേഷം എന്നെ സ്റ്റേജിലേക്ക് വിളിക്ക്, ഞാൻ സംസാരിക്കാം. ഈ ഓർഡർ ഫോളോ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് എന്നോട് ചോദിച്ചോ. ഓക്കെ അല്ലേ? എടാ ചില്ലറ ഭാസ്കരൻ എന്തിനാ അവനെ കാണാനില്ലല്ലോ? രേവന്തിനെയും തല്ലുകൊണ്ടില്ലേ? അതിന്റെ അപമാനം കാരണം രാത്രി മുഴുവൻ കുടിക്കായിരുന്നു. ഇതുവരെ കെട്ടിറങ്ങിയിട്ടില്ല. അപ്പൊ അതാണ് കാര്യമല്ലേ? നീ എങ്ങോട്ടാ? വോളിബോൾ ഓക്കെ, ബാസ്കറ്റ് ബോൾ ഓക്കെ, ത്രോ ബോൾ ഓക്കെ, ക്രിക്കറ്റ്. ക്രിക്കറ്റിൽ ആരാ ജയിച്ചത്? Final match between CSE and Mechanical. CSE needs 4 runs from 2 balls. മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. എടാ എല്ലാത്തിനും ഞാൻ ഓടിച്ചകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവന്മാരുടെ സെലിബ്രേഷൻ കാണാൻ ഒറ്റ കുഞ്ഞു പോലും കോമ്പൗണ്ടിനകത്തില്ല. അതാണ്. ഡാ ഇത് എങ്ങോട്ടാ പോന്നേ? ഓറാ അവന്മാര് വരുന്നുണ്ടാ. നീ എന്തിനാ ഷർട്ട് ഊരിയത്? വെള്ള തുണിയല്ലേ, രക്താവണ്ടെന്ന് കരുതിട്ടോ. അപ്പൊ പാന്റ് ഊരണ്ടേ? കൂട്ടി കഴിഞ്ഞാൽ നീയൊക്കെ തള്ളി തുറന്ന് കയറി വരുമല്ലടാ. ആണാണെങ്കിൽ കളിച്ച് ജയിക്കാൻ നോക്കടാ, അല്ലാതെ ഗേറ്റ് പൂട്ടുമല്ല വേണ്ടത്. നീ എന്തിനാ തല്ലിയേ?
ലാബ് അസിസ്റ്റന്റിന് സാലറി എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? എങ്ങനെ കൊടുക്കാനാ? സാറേ ദേവൻ തവണ കിടന്ന് അടിയുണ്ടാക്കാണ്. തടയാൻ പോയി നമ്മുടെ സെക്യൂരിറ്റിക്കാരെയൊക്കെ പിടിച്ച് തല്ലിയാണ് സാറേ. എന്തെങ്കിലും ഉടനെ ചെയ്യണം. വീണ്ടും തുടങ്ങിയോ? വേഗം വാ ഒന്ന് വാങ്ങോട്ട്. വന്നിട്ടുണ്ട്. ഫോൺ ഇപ്പൊ സംസാരിക്കാനൊന്നും പറ്റില്ല. അർജന്റാണ് സാർ. അതിലും അർജന്റ് എനിക്ക് പ്രിൻസിപ്പളാണ് സാർ വിളിച്ചോണ്ടിരിക്കുന്നത്. കൊണ്ട് തോറ്റല്ലോ. ഇതാ ഹലോ സാർ കോളേജിൽ വീണ്ടും തല്ലു തുടങ്ങി. വന്നതൊക്കെ നിന്ന് പോയില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ഫെസ്റ്റ് ഒന്നും വേണ്ടെന്ന്. താൻ കേട്ടോ? തന്റെ ഉത്തരവാദിത്താന്ന് പറഞ്ഞു. അവിടെയുള്ള നമ്മുടെ സെക്യൂരിറ്റിക്കാർ പൊട്ടന്മാരെടുക്കുക. നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സിനെ അവന്മാർ അടിച്ചൊരു പരുവാക്കി സാറേ. ശരി ഞാൻ എസ് ആയിട്ട് സംസാരിക്കാം. താ ഫോൺ വെച്ചോ. ആയിക്കോട്ടെ സാർ. ഒന്ന് വിളിക്കടോ. എസ് ഐ വിളിക്ക്. നീ ഇവിടെ ഇരിക്കുക. കോളേജിലെ ഭീകര അടി നടക്കുക. ഒന്ന് കാണിച്ചു കൊടുക്കാം ഞാൻ. ഇവരൊക്കെ എന്തിനാ വന്നേ? കണ്ടു കാണില്ലായിരിക്കും. അയ്യോ കണ്ടു. ഇങ്ങ് വന്നേ. എന്താ പരിപാടി? സാർ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി സ്റ്റംപ് ഒഴിച്ചിടായിരുന്നു ഞാൻ. എന്താ നിന്റെ പേര്? ഭാസ്കർ എന്നാ സാർ. ഭാസ്കറിന്റെ അഭിനയൊക്കെ ഭയങ്കരമാണല്ലോ. അയ്യോ ഇത് അഭിനയൊന്നും അല്ല സാർ, സത്യം പറഞ്ഞ. ബാക്കി എല്ലാവരും ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, എവിടോ പെട്ടെന്ന് പോയി. അയ്യോ അയ്യോ ചേട്ടാ കുറച്ച് സ്ഥലം എന്താ? അല്ലടാ നീ സീന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നില്ല, എൻഡിങ്ങിൽ എങ്ങനെ വന്നേ? തലയിലെടുത്ത് മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ. വഴി കൂടെ പോയ പാമ്പിനെ ഏണി കയറി പിടിച്ച ഡയലോഗിന് ഒരു കുറവില്ല. എന്താടാ നിന്റെ പേര്? രേവൻ സാർ. നാടെവിടെയാ? ഇവിടെ അടുത്ത് തന്നെ. എന്റെ പേര് ഫണി, കോയമ്പത്തൂർ. സിദ്ധു, MG റോഡ്. സതീഷ്, കോയമ്പത്തൂര്. പേര് പറടാ. ഭാസ്കർ സാർ. കുറച്ചു മുമ്പല്ലേ? നിക്കടാ. കരൺ സാർ, ലോക്കൽ. വരുൺ, ഇന്ദിരാ സ്ക്വയർ. ഇന്ദിരാ സ്ക്വയറോ? ഞാൻ ഇന്ദിരാ സ്ക്വയർന്ന്. അളിയാ ഒരേ നാട്ടുകാരാടാ. സാറേ അവിടെ എവിടെയാ സാറിന്റെ വീട്? അവിടെ പോയി നിക്കടാ. നിന്റെ നാടാണെന്ന് കരുതി ഞാൻ നിന്റെ അമ്മാവനൊന്നുമല്ല. വെറുതെ അങ്ങോട്ട് പോയി തല്ലു വാങ്ങിക്കുന്ന എന്തിനാടാ? നീ ഭീകരനാണല്ലോ. ജിമ്മിനൊക്കെ പോകുന്നുണ്ടല്ലേ? അതെ സാർ. എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കണ്ട, വല്ല എലിക്കുഞ്ഞാന്ന് വിചാരിച്ച് പരുന്തെടുത്തോണ്ട് പോകും. ശരി സാർ. നിങ്ങൾ എന്ത് തല്ലൂടിയെന്നാ പറയുന്നേ? ദേഹത്ത് ചോര പോലും ഇല്ല. ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് ആയിരുന്ന സമയത്ത് തല വരെ അടിച്ചു പൊടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സമയം താ സാറേ, തല്ലി ചതച്ച് കാണിച്ചു തരാം. എന്താ പറഞ്ഞേ? നിങ്ങളൊക്കെ സ്റ്റുഡൻസോ അതോ റൗഡികളോ? ഇവിടെ കിടന്ന് ഒരുപാട് വിളഞ്ഞാലേ സ്റ്റേഷനിൽ കൊണ്ടുപോയി അടിച്ച് ചതയ്ക്കും ഞാൻ. കോളേജ് വരുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോണം. അല്ല നിങ്ങളൊക്കെ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വലിയ ഹീറോസ് എന്നാ? ഇതോടെ ഈ തല്ലൊക്കെ നിർത്തിക്കോണം. പോലീസ് സ്റ്റേഷൻ കേസൊക്കെ ആയി നടന്നു കഴിഞ്ഞാലേ അതോടെ ജീവിതം മുടിയും. നീ ആയിരിക്കല്ലേ ഇവരുടെയൊക്കെ നേതാവ്. എല്ലാം മര്യാദയ്ക്ക് നടന്നോണം. ഈ ഫെസ്റ്റ് അവസാനിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആരെങ്കിലും തെമ്മാടിത്തം കാണിക്കുന്നത് കണ്ടാലുണ്ടല്ലോ, സ്റ്റുഡൻസ് ആണെന്ന് ഞാൻ നോക്കില്ല. ഒരു കേസും ചാർജ് അകത്ത് കൊണ്ടിടും ഞാൻ. സെക്യൂരിറ്റി ചേട്ടന്മാരെ, നാളെ ഈ കോളേജിലേക്ക് വരുന്ന ആരായാലും ഫെസ്റ്റ് കഴിയാതെ ഒറ്റൊരുത്തനും പുറത്തേക്ക് പോരുത്. അങ്ങനെ ആരെങ്കിലും പോയിന്ന് അറിഞ്ഞാ ആദ്യം നിങ്ങൾക്ക് എന്നെ കിട്ടും. പറഞ്ഞത് തലേ കയറിയോടോ? യെസ് സർ. ഇതെവിടെ പോയി കിടക്ക? ലേറ്റായി, ഫംഗ്ഷൻ തുടങ്ങണ്ടേ? ഫൈറ്റാണോ? നീ ബാഹുബലി, ഇവൻ പൽവാൽ ദേവൻ. പോയി വല്ല പണി നോക്കണേ. ചെല്ല്. സിനിമകളൊക്കെ കണ്ടതിന്റെ? അതെ സർ. തുടക്കത്തിൽ എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഈ ഫീലിങ്ങിനെ പോവാതെ നോക്കണം. ഇതിപ്പോ പോലീസ് കേസ് വരെയൊക്കെ എത്താന്ന് വെച്ചാ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്ക്. നീ ഫസ്റ്റ് ഇയറിലെ ടോപ്പർ ആയിരുന്നെന്നും സെക്കൻഡ് ഇയറിലെ എക്സാം ക്യാൻസൽ ആയെന്നും അത് കഴിഞ്ഞിട്ടുള്ള നിന്റെ ലൈഫിനെ കുറിച്ചെല്ലാം ജാൻവി പറഞ്ഞിരുന്നു. അതൊക്കെ നിന്റെ തലവിധിയാ. അതിന് നീ ആരോടെ ഈ ദേഷ്യം കാണിക്കുന്നത്? നീ നന്നായി സംസാരിക്കുന്നുണ്ട്, വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്.
പക്ഷെ നീ കരുതുന്നത് പോലെ അന്ന് എന്റെ കയ്യിൽ നിന്ന് ബിറ്റ്സ് പിടിച്ചതിന്റെ പേരിലോ എക്സാം ക്യാൻസൽ ആയി പോയതിന്റെ പേരിലോ അല്ല ഈ ദേഷ്യം. ഞാൻ ഫസ്റ്റ് ഇയറിൽ ടോപ്പറായപ്പോൾ ഈ കോളേജ് മുഴുവൻ എന്നെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്നെ സ്കോഡ് പിടിക്കുന്ന സമയത്ത് ഒരുത്തം പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ലെന്നുള്ളതാ. എങ്കിലും അതൊക്കെ മനസ്സിൽ വെച്ച് ഞാൻ വീണ്ടും സപ്ലൈ എഴുതാൻ പോയി. എഴുന്നേക്കടാ, ഇങ്ങോട്ട് ഇറങ്ങ്. കൈയുടെ മടക്കൊക്കെ താഴ്ത്തിയേ. ബിറ്റ്സ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ലേ? എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവല്ലോ. ഇല്ല സർ. നിനക്ക് വെക്കണതല്ല ചെയ്യണോ? അങ്ങനെ വെക്കാതെ നീ പരീക്ഷയ്ക്ക് പഠിച്ച് പാസ്സായത് തന്നെ. കണ്ടോ? ബിറ്റ് വെച്ച് കോപ്പി അടിച്ച് ടോപ്പർ ആവുന്ന ടെക്നിക്ക് ഞങ്ങൾക്കും പറഞ്ഞതാ. നമ്മളൊന്ന് ടോപ്പർ ആവട്ടെ. അല്ലടാ. സർ, എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ല. സർ, എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ. ആരാടാ നിങ്ങളെ തിരക്ക് പിടിക്കുന്നെന്താ? ഇവരൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന പിള്ളേരാ. സാർ, സമയം പോകുന്നു സർ. നീ ഇത്ര ബഹളം വെക്കുന്നെന്താ? അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ കൊണ്ടാക്കി തന്തേം തള്ളയും പറഞ്ഞാൽ മതിയല്ലോ. അവരുടെ തെമ്മാടിത്തരം മോൻ അതേപടി കിട്ടിയിരിക്കുക. എന്നാ പിടിച്ചോ. എന്താടാ ഇന്നും കോപ്പി അടിച്ച് പിടിച്ചോ. അന്നത്തോടെ കോളേജിൽ റൗഡി എന്നുള്ള പേര് എനിക്ക് വീണു. കോളേജിൽ എന്ത് ഇഷ്യൂ ഉണ്ടായാലും അതെല്ലാം എൻ്റെ തലയെ കൊണ്ടിടും. അതോടെ കോളേജിനും കോളേജിലുള്ളവരൊക്കെ എനിക്ക് വെറുപ്പായി തുടങ്ങി. ഈ കോളേജിൽ നല്ലത് എന്ത് സംഭവിച്ചാൽ അതൊക്കെ എനിക്ക് മോശമായിട്ടാ തോന്നാറ്. അതിന്റെ പേരില് നിന്റെ കരിയർ എന്തിനാ നശിപ്പിക്കുന്നത്? ആരാ കരിയർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർ പറയുന്നത് മാത്രം കേട്ടാൽ പാസ്സാവുള്ളൂ. എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാനും അറിയാം, പാസ്സാവാനും അറിയാം. നിങ്ങൾ വലിയ ബുദ്ധിശാലിയാണല്ലോ. നിങ്ങൾ എന്തായാലും പാസ്സാവും. പക്ഷെ നിങ്ങളുടെ കൂടെ നടക്കുന്ന അവന്മാരുടെ അവസ്ഥയോ, നിന്നെ ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന ജൂനിയേഴ്സിന്റെ അവസ്ഥയോ? അവരൊന്നും നിന്നെ പോലെ അത്ര ബുദ്ധിശാലികളല്ലല്ലോ. ഒരേ ഒരു കാര്യം ഓർമ്മ വെച്ചാ മതി. നാളെ ഒരു ദിവസം നിന്റെ ഫ്രണ്ട്സ് മുന്നിൽ വന്ന് അവരുടെ കരിയർ നശിച്ചത് നീ കാരണമാണെന്ന് പറഞ്ഞ അത് സഹിക്കാൻ പറ്റോ? നീ നല്ലവനായുവാ. ഞാൻ നല്ലവനാ നീ കോളേജിൽ നീ മാത്രമേ പറയാറുള്ളൂ. വേറെ ആരെങ്കിലും പറയട്ടെ, അപ്പൊ നോക്കാം നമുക്ക്. എനിക്ക് നിന്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കണം. ഇതൊക്കെ നീ വിട്ട് കളയണം. യു നോ വാട്ട് ഐ മീൻ, റൈറ്റ്? നാളെ ഫെസ്റ്റില് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ വഴക്കുണ്ടാക്കുന്ന യുവയായിട്ടല്ല, ഞങ്ങളുടെ കൂടെ ചേർന്ന് ഇത് സപ്പോർട്ട് ചെയ്യുന്ന യുവയായിട്ട്. പക്ഷെ നിങ്ങളുടെ കൂടെ നടക്കുന്ന അവന്മാരുടെ അവസ്ഥയോ, നാളെ ഒരു ദിവസം നിന്റെ ഫ്രണ്ട്സ് മുന്നിൽ വന്ന് അവരുടെ കരിയർ നശിച്ചത് നീ കാരണമാണെന്ന് പറഞ്ഞ അത് സഹിക്കാൻ പറ്റോ? എനിക്ക് നിന്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കണം. ഇതൊക്കെ നീ വിട്ട് കളയണം. അങ്ങോട്ട് നോക്കി. എന്തെങ്കിലും ഫംഗ്ഷൻ തുടങ്ങിയാ മതി, അപ്പോഴേക്കും ഓരോളന്മാര് ഫോട്ടോ എടുത്ത് ലൈക്കിന് വേണ്ടി കാത്തുകെട്ടി കിടന്നോളും. എന്താ അവസ്ഥയല്ലേ? കാര്യം എന്താ വെകിലി? ഞാൻ എടുക്കാൻ പോകുന്ന ഷോർട്ട് ഫിലിമിൽ നിന്നെ DOP ആക്കാന്ന് വിചാരിച്ചേ. പക്ഷെ നിനക്ക് അത്രയും ടാലന്റ് ഇപ്പൊ ഇല്ലല്ലോ. അങ്ങനെ പറയില്ല. ഞാനെടുത്ത ഫോട്ടോസ് ഒക്കെ നോക്കി പോയടാ, സമയമില്ല. സത്യമായിട്ട് നല്ലതാ. ഇതൊന്ന് കണ്ടു നോക്കുന്നേ. ആണോ? നോക്കട്ടെ. ഫസ്റ്റ് ഇയർ, തേർഡ് ഇയർ. എന്നോട് പറയാതെ ഇവൻ പാന്റ് ഇട്ട് നടക്കാൻ തുടങ്ങിയല്ലേ? എവിടാ സീനു? അവനെ വേഗം കൊണ്ട് വിളിച്ചേ. സർ, എന്താ? യുവയെ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കോ സർ? അവനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തിനാ ഇവനൊക്കെ?
എന്തെങ്കിലുമൊക്കെ ചെയ്ത് എല്ലാം കുളമാക്കും. ഇപ്പൊ എല്ലാരും ഹാപ്പി ആയിരിക്കുക. എന്താ നിന്റെ പ്രോബ്ലം? സത്യമായിട്ടും പ്രശ്നം ഉണ്ടാക്കാനല്ല സാർ, ശരിക്കും ഹെൽപ്പ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാ. അതെ സർ, ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല. എന്നാ ശരി, ഇവന്റ്സിൽ ജയിച്ച കുട്ടികൾക്ക് കൊടുക്കാനുള്ള മെഡൽസ് ഒക്കെ ഓഫീസിലെ കബോർഡിൽ ഇരിപ്പുണ്ട്. ചെന്നെടുത്തോണ്ട് വാ. ചെയർമാൻ സാറും വന്നിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. വാ. ദുശ്യാസന, പ്ലീസ് പ്ലീസ്. ദ്രൗപദി വസ്ത്രാപഹരണമാണോ? അതേടാ. കൗരവര് ജയിച്ചു, പാണ്ഡവര് തോറ്റു, ദ്രൗപദിക്ക് അപമാനം മാത്രം. അത് ചരിത്രമല്ലേ, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡ്രാമയല്ലേ? അറ്റ്ലീസ്റ്റ് ഇതിലെങ്കിലും നമുക്ക് നന്മയെ ജയിപ്പിച്ച് ദുര്യോധനനെ അപമാനിച്ചാലോ? സൂപ്പറായിരിക്കും. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു ചാൻസ് കിട്ടുമ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തണം. അതിനുള്ള പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. ഓക്കെ അല്ലേ? ശരി ഏട്ടാ. സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. പുറത്തുപോയി എല്ലാവരോടും പറഞ്ഞാ വേണ്ട, കോളേജിലുള്ളവർ മുഴുവൻ എന്നെ സംശയിക്കുള്ളൂ. പുറത്ത് മുഴുവൻ പോലീസാ. ആരായിരിക്കും കൊന്നത്? സെക്യൂരിറ്റി ചേട്ടന്മാരെ, നാളെ ഈ കോളേജിലേക്ക് വരുന്ന ആരായാലും ഫെസ്റ്റ് കഴിയാതെ ഒറ്റൊരുത്തനും പുറത്തേക്ക് പോരുത്. ഈ മർഡർ ചെയ്തത് ആരായിരുന്നാലും ശരി, ഫെസ്റ്റ് കഴിയാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അവനെ കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ദ്രൗപദി ചെല്ല്. വിട്.
എന്താ സാർ ഇത്? ഇനി എത്ര സമയം എടുക്കും? ഇറ്റ്സ് റിയലി സഫിക്കേറ്റിംഗ് യുനോ. ഞാൻ സ്റ്റാഫ് റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. സ്റ്റാഫ് റൂം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്നാ പിന്നെ ഓഫീസ് റൂമിലേക്ക് പോ. എല്ലാം വായിച്ചു കഴിഞ്ഞ ബുക്സാ. കബോർഡിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്തോ സാറേ ബനിയനിൽ വരണത്? അത് ഈ ഓഫീസ് റൂമിൽ നിന്നാണല്ലോ. ഓ ജിം അടിച്ചതായിരിക്കും അല്ലേ? സത്യം പറയണ്ട സാറേ, ഇന്നത്തെ ഇവന്റില് സാറിന്റെ മസിൽ ഷോ കാണിക്കലുണ്ടല്ലേ? സിറ്റുവേഷൻ മനസ്സിലാക്കാതെ വളച്ച തമാശ പറയാതടാ. പോയി എന്റെ കാറിൽ എന്റെ ഷർട്ട് ഇരിപ്പുണ്ട്, പോയി എടുത്തോണ്ടോ. ഞാൻ ബാത്റൂമിൽ ഇരുന്നൊന്ന് കരയട്ടെ. ബാത്റൂമിൽ ഇരുന്ന് കരയാൻ പോവാന്നാ? കോളേജിലെ ഫെസ്റ്റ് കാണുന്നതിന് വരെ നിനക്ക് റെസ്റ്റ് വേണമല്ലേടാ ദരിദ്രവാസി. നിന്റെ മുഖത്ത് തന്നെ ഉണ്ട് നീ പാവമാണെന്ന്. അതിന് ഞാനെന്തിനാ വെറുതെ ടെൻഷൻ വന്നേ? ഈ മർഡർ ഞാനല്ല ചെയ്തെന്ന് പറഞ്ഞാ പോരെ? കൊല്ലും ഞാനാ രേവന്തിനെ. എന്റെ അമ്മോ വിടുവായൻ. എന്നാലും ഞാൻ ഓഫീസിലേക്ക് വന്ന കാര്യം ആർക്കും അറിയില്ലല്ലോ. എന്തോ സാറേ ബനിയനിൽ വരണത്? അസിസ്റ്റന്റ് അല്ലേ, അവനെ മാനേജ് ചെയ്യാം. ഞാൻ ഓഫീസ് റൂമിലേക്ക് പോവാ, താൻ വരുന്നോ? ഞാൻ ഓഫീസ് റൂമിലേക്ക് പോവാ, താൻ വരുന്നോ? ഞാൻ ഓഫീസ് റൂമിലേക്ക് പോവാ, താൻ കൂടെ വരുന്നോ? നിങ്ങൾ വരുന്നോ? എല്ലാ മാർഗങ്ങളും അടഞ്ഞു. ഡെഡ് ബോഡിയിലെ ഫിംഗർ പ്രിന്റ്സും എന്റേതായിരിക്കും. ഞാൻ തന്നെ പോയി സറണ്ടർ ആവുന്നതാ ബെറ്റർ. ആൻഡമാൻ ആയിരിക്കോ തീഹാർ ആയിരിക്കോ? ജയിലിൽ ബിരിയാണിയൊക്കെ കിട്ടുമോ? റോങ് പ്ലേസ്. ആരോട് ചോദിച്ചിട്ടാ പാന്റ് ഇട്ടത്? അത് പിന്നെ ഫെസ്റ്റ് ആയതുകൊണ്ട്. ഫെസ്റ്റ് ആയതുകൊണ്ട് എന്താടാ അഴിക്കങ്ങോട്ട്? ചേട്ടാ വേണ്ട ഏട്ടാ, പ്ലീസ് ഏട്ടാ. നീ ആയിട്ട് അഴിച്ചു മാറ്റിയ കുറഞ്ഞത് ഒരു ട്രൗസർ എങ്കിലും നിന്റെ ദേഹത്തുണ്ടാവും. അതല്ല ഞാനാണ് അഴിക്കുന്നെങ്കിൽ ഫുൾ ന്യൂഡായിരിക്കും. ആലോചിച്ചോ. വേണ്ട ഏട്ടാ, ഞാൻ ഉരുത്തരാം. എന്നാ അഴിച്ചു. എല്ലാരും സാരി എടുത്തോണ്ട് വരാന്ന് പ്ലാൻ ചെയ്തല്ലേ, എന്നിട്ട് നീ എന്താ കൊടുക്കാത്ത? ഞാൻ സാരി ഒന്നും എടുത്താൽ ശരിയാവില്ല. എടോ, മെഡൽസ് എടുത്തോണ്ട് വരാൻ യുവയെ പറഞ്ഞയച്ചാണല്ലോ, ഇതുവരെ വന്നില്ല. ഫംഗ്ഷൻ ആണെങ്കിൽ തുടങ്ങാൻ പോവാ. തനിക്ക് ഓഫീസ് വരെ പോയി ഒന്ന് എടുത്തോണ്ട് വരാൻ പറ്റുമോ? Sure sir. I'll see you guys. നിങ്ങൾ എന്ത് പെർഫോമൻസാ ചെയ്യാൻ പോണം? മെഡൽസ് ഒക്കെ എവിടെ? മറന്നുപോയി, ഞാനിപ്പോ തന്നെ എടുത്തിട്ട് വരാം. ആവശ്യമില്ല, ജാൻവി അത് എടുക്കാൻ പോയിട്ടുണ്ട്. ഓ, ജാൻവി പോയല്ലേ? ജാൻവി പോയെന്നോ? ഇതൊക്കെ എന്ത്? ഞങ്ങളങ്ങാൻ നടത്തിയായിരുന്നെങ്കിലേ ഇവന്റെ ഒക്കെ വേറെ ലെവലായിരിക്കും. ഇവന് ഇത്രയ്ക്ക് ധൃതി പിടിച്ച് അങ്ങോട്ട് പോകും. എടാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. ഇല്ല ഇല്ല, ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല.
ബോഡി അവിടെ പോയി. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആര് കൊണ്ടുപോയതായിരിക്കും? ആരെങ്കിലും വന്നിരുന്നു? ഇവിടെ എങ്ങനെ വന്നത്? നീ ഇപ്പഴാ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. അല്ല, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിന്നെ അവിടെ എത്ര പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അറിയോ? നീ അവിടേക്കല്ലേ, ഞാൻ എടുത്തോണ്ട് വന്നോളാം. ചെല്ല്. വേഗം ചെല്ല്. അമ്മേ, പണ്ടാരം. ഇവനെന്താ പ്രാന്താണ് അതിനുള്ളിൽ കയറിക്കുന്നത്? ഇത്രയും ചെയ്യേഴ്സ് കിടക്കുമല്ലേ? അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതല്ല, ആരും ഇരുത്തിയതാ. ചത്തുപോയടാ. ചത്തുപോയെന്നോ? ആ. അല്ല, അതെങ്ങനെ ചത്തു പോന്നേ? അപ്പൊ ഇവളാ? നീ ആ വെള്ളം എടുത്തിട്ടോ. ഓ ഭാഗ്യം, അവള് ചത്തിട്ടില്ല. എന്താടാ ഇത്? ഇവനെന്താ പറ്റിയേ? എന്തൊക്കെ പറഞ്ഞാൽ അവനെ കൊല്ലണ്ട കാര്യം ഞാനല്ലോടെ കൊന്നത്. തോന്നിയ സമയം പിന്നെ ആരാ? നിനക്കെന്താ അറിയാം? എനിക്ക് അത് മാത്രമേ അറിയൂ. പക്ഷെ കുറച്ചു നേരം മുമ്പേ അറിയാത്രേ ഉള്ളൂ. എടാ പ്ലീസ്ഡാ, നീ ഉള്ള സത്യം ഒന്ന് പറ. അവനെ നീ അല്ലാതെ ഇവിടെ വേറെ ആര് കൊല്ലാനാ? നീ ഒന്നും മിണ്ടാതിരിക്കും. ആ ഭാസ്കർ ആയിരിക്കും. അവനൊന്ന് വിളിച്ച് വേഗം എടുത്ത് വിളിക്ക്. എടാ ഭാസ്കർ, ഞാനാ. നീ ഇവിടെ ഓഫീസ് റൂമിന്റെ അടുത്തേക്ക് വന്നിരുന്നോ? ഓപ്പറേഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. മര്യാദക്ക് സത്യം പറ. നീ നൈറ്റ് ഓവറായിട്ട് കുടിച്ചിട്ട് അവിടെ കിടക്കായിരുന്നു. ഒന്ന് വെച്ചിട്ട് പോയടാ, കള്ളും കുടിച്ച് ബോധമില്ലാണ്ട്. അല്ല, ഇവനല്ല. പിന്നെ ആറ് ചെയ്ത്. ജാനു, കാം ഡൗൺ. ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കാനുള്ള സമയമല്ല ഇത്. ആദ്യം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാടാ? ആദ്യം നീ സെക്യൂരിറ്റി അടുത്ത് പോയിട്ട് ആരെങ്കിലും പുറത്ത് പോയിട്ടുണ്ടോ നോക്ക്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണ്ട, ഡൗട്ട് വരും. നിന്നൊരു ടാലന്റ് യൂസ് ചെയ്യും. ഓക്കെ, ഏറ്റു. ജാനു, നീ ഇങ്ങനെ പേടിക്കല്ലേ. ഇനി അടുത്തതായി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഡാൻസ് ആണ്. ഡാൻസ് അവതരിപ്പിക്കുന്ന കണ്ടസ്റ്റൻസ് എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരിക. അടുത്ത പാട്ടിന് വേണ്ടിയിട്ടുള്ള കണ്ടസ്റ്റൻസ് തയ്യാറാവേണ്ടതാണ് ഈ സമയം കൊണ്ട്. എന്തേതിട്ടായി വരുന്ന? ഇതെന്താ? രണ്ടുപേരും ഒരുമിച്ച് റൂമിൽ നിന്ന് വരുന്നു, ശരീരം മുഴുവൻ വേർതിരിക്കുന്നു. ഏയ്, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഇത് വേറെ മാറ്ററാ. ആ, വേറെ മാറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി. നീ നിന്റെ ഷർട്ട് എന്തിനാ മാറ്റേ? അത് പിന്നെ ബ്ലഡ് ആയതുകൊണ്ട്. എന്താ പറഞ്ഞ? അത് തന്നെ, സ്വെറ്റ് ആയതുകൊണ്ട്. നിനക്കെന്താ? നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ. പറയണ്ട. നിന്നെ വിശ്വസിക്കരുതെന്ന് എന്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഞാനോ അതൊന്നും കേട്ടില്ല. ഗുഡ് ബൈ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത് കഷ്ടം നോക്കി. ഉള്ള പ്രശ്നം കൂടാണ്ട് വേറെ ഓരോന്ന്. ഒന്ന് നിക്ക്, ഞാൻ പറയാം. ഈയിടെയായിട്ട് താൻ വലിയ ബിസിയാണല്ലോ. എന്താ സാറേ, ഫുൾ അങ്ങ് ഫ്രഷ് ആയല്ലോ. ഓഫീസറും നന്നായിട്ട് വർക്കൗട്ട് ആയെന്ന് തോന്നുന്നു. അതെ, നന്നായിട്ട് തന്നെ വർക്കൗട്ടായി. ചെല്ലേ. അല്ല, എന്തിനാ സാർ നാണിക്കുന്നേ? സാർ ചെല്ലുന്നേ. എനിക്ക് താല്പര്യമില്ലെന്നേ. കുഴപ്പമില്ലെന്നേ. താനൊന്ന് പോയേ. പറഞ്ഞോടാന്ന് വെച്ചപ്പോ ഇയാൾ അനങ്ങുന്നില്ല. മൂത്രമൊഴിക്കാൻ കൂട്ടുപിടിച്ചോ പോകാത്ത കലിപ്പാന്നേ. പോയിരുന്നെങ്കില് ഇയാളുടെ ഫ്യൂസ് ഔട്ടായി.
ക്ഷണം സ്വീകരിച്ച് വന്നതിന് താങ്ക്സ് സാർ. എന്താ അങ്ങനെ പറഞ്ഞേ? താൻ വിളിച്ച ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റൂ? ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അതും പോരാഞ്ഞിട്ട് സക്സസ്ഫുൾ ബിസിനസ് മാൻ. പിന്നെ വേറൊരു കാര്യം അറിയാം. എന്താ? എന്റെ മോനോട് പോലും നിങ്ങളെ റോൾ മോഡലായി കാണണമെന്ന് പറഞ്ഞേ. ഓ 24 മണിക്കൂറും ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കും. ഞാൻ പറയാണ്, ക്രിക്കറ്റ് കളി കാണുന്നവരൊക്കെ പൊട്ടന്മാരാ, വേസ്റ്റ് ഫെല്ലോസ്. ക്ഷണം സ്വീകരിച്ച് വന്നതിന് നന്ദി സാർ. എന്നോടൊക്കെ താങ്ക്സ് പറയുന്നത് എന്തിനാ? അത് സത്യം തന്നെയാ. നാളെ മുതല് വരാൻ പോകുന്ന ബൈ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ അതിന്റെ കാര്യമൊക്കെ നടക്കുന്നുണ്ട്. മിക്കവാറും നാളത്തോടെ എല്ലാം റെഡിയാവും. Our organizer of the event, Mr. Revant from final year CSE, please come on to the dais. രേവന്തോ? Mr. Revant from final year CSE, please come on to the dais. മൊത്തത്തിൽ ഇതിനകത്ത് റിവലായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഓക്കെ മിസ്റ്റർ രേവന്ത് കുറച്ച് തിരക്കിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് പെർഫോമൻസ് തുടങ്ങാം. സുഷമാസ് ഡാൻസ് പെർഫോമൻസ്. ലെറ്റ്സ് വെൽക്കം ഹർ. രേവന്തോടാ എന്നോട് ചോദിക്കുന്നതിനാ? ഇവൻ തന്നെ ഒളിപ്പിച്ചതാ. എവിടെയാന്ന് പറയടാ. വെറുതെ മെക്കിട്ട് കയറിയാണല്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? 10 പൈസയുടെ ബോധമില്ലാണ്ടായി പോയല്ലോ. വന്ന ഗസ്റ്റിന് മുമ്പ് എന്നെ നാണം കെടുത്തു. ഇവൻ ഞങ്ങളുടെ മതി, എല്ലാരും ഇവിടുന്ന് പോയേ. ഗോ വാടാ ഈഡിയറ്റ്സ്. മനുഷ്യരെ കിടത്താൻ. യുവ എന്തുണ്ടായേ? എനിക്കെന്തോ പ്രിൻസിപ്പളിന് ഒരു സംശയമുണ്ട്. നീ വെറുതെ ബോധമില്ലാണ്ട് ഓരോന്ന് പറയല്ലേ. പ്രിൻസിപ്പൾ നീ സംശയിക്കേണ്ട കാര്യം എന്താ? ബ്ലഡ് ഉണ്ടെന്ന് കരുതി? എടാ അതെ അതെ, കാലത്ത് ബ്രെഡും ജാമ കഴിച്ച നീയോ? എടാ നിന്റെ ശരീരത്തിലും എന്റെ ശരീരത്തിലും ബ്ലഡ് തന്നെ ഉള്ളേ. പിന്നെ ഇത് രേവന്തിനെ തന്നെ ഉറപ്പിക്കാൻ പറ്റും. അതൊക്കെ ശരിയാ, പക്ഷെ ഇതുവരെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ചെറിയൊരു ക്ലൂ എങ്കിലും കിട്ടിയില്ലേ? നമുക്ക് അതിന്റെ പിന്നാലെ പോവാം. എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് അറിയാലോ. ഒരു പിടിയില്ല. നീ എന്താന്ന് വെച്ചേ? ഈ ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാ? സാറും ചെയർമാൻ സാറും എല്ലാരും ഉണ്ട്. പിന്നെ പെർഫോമൻസ്. ശരി, ഞാൻ പിന്നെ സാർ സാർ ഫോൺ എടുത്തോ, സംസാരിക്കും. ജോലിയൊക്കെ തീർന്നു, ഒരു ടെൻഷനും വേണ്ട. ഓഫീസിലെ കബോർഡിൽ ഇരിപ്പുണ്ട്. നീ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന ആർക്കെങ്കിലും കണ്ട ഡൗട്ട് അടിക്കും. വെക്ക്. എടാ എവിടെ കൊണ്ടുപോവാ? എടാ എനിക്ക് കൺഫേം ആയി, പ്രിൻസിപ്പൾ തന്നെ. ഞാൻ പോയി പറയാൻ പോവാ. എടാ നീ ഒന്ന് നിക്ക്. നീ പറഞ്ഞ ഉടനെ എല്ലാവരും വിശ്വസിക്കുന്ന ഒന്നാമത് ഈ പ്രിൻസിപ്പൾ ഈ കോളേജിൽ വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാ. ആ രേവന്താണെങ്കിലോ അങ്ങയുടെ ഫേവറേറ്റ് സ്റ്റുഡന്റ്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നേരെ ഓഫീസ് റൂമിൽ പോവാം. അവിടെ പ്രിൻസിപ്പളിനെതിരെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. അതുവരെ നീ ഒന്ന് മാനേജ് ചെയ്യും. ഡാ സൂക്ഷിക്കണേ. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ വിശ്വസിക്കരുതെന്ന്. നല്ലവനാണെന്ന് കരുതിയത്. ദേ അവനിങ്ങോട്ട് വരുന്നുണ്ട്. വരട്ടെ. എത്ര കെഞ്ചിയാലും ഞാൻ കൺവിൻസ് ആവാൻ പോകുന്നില്ല. ഒട്ടും താഴ്ന്നു കൊടുക്കണ്ട. ജയ് സുപ്രീം സ്റ്റാർ. നീ എന്നോടൊന്നും പറയണ്ട യുവ. പത്ത് ദിവസം ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിരുന്നു. നല്ല ആദിനാരായണൻ സാറേ ഷർട്ടൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ. അത് അത് അതേ, നിങ്ങളെ ആരും വിളിക്കുന്നു? എന്നെ? അതേന്നെ, അവിടെ ചെല്ലേ. എവിടെ? അവിടെ തന്നെ. കുറച്ച് നല്ല ലീവ് എടുത്ത് വീട്ടിൽ പോയി. ശരിയാണല്ലോ, താൻ ഷർട്ട് മാറ്റിയല്ലോ. ഞാനത് ശ്രദ്ധിച്ചത് പോലും ഇല്ലെന്നേ. ഇതെന്താടാ സാർവദേശീയ പ്രശ്നം വല്ലതും ആണോ നീ ശ്രദ്ധിക്കാനായിട്ട്? എന്നെയോ? അതാ വരുന്നു. നാട്ടിൽ എത്രയോ പേര് പാർട്ടി മാറുന്നു.
എത്രയോ പേര് വാക്ക് മാറുന്നു. ആഫ്റ്റർ ഓൾ ഞാനൊരു ഷർട്ടല്ലേ മാറ്റിയത്. ചേച്ചേ എന്തൊരു സംശയം. എന്താ നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്താ? പിന്നെന്താ, ഗേൾഫ്രണ്ടിന് വിഷമം തോന്നിയ ചക്കരയെ മുത്തെന്ന് പറഞ്ഞ് പുറകെ നടന്ന് കൊഞ്ചിക്കണം. അല്ലാതെ പഴം വിഴിഞ്ഞ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ല വേണ്ട. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാടി. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുന്നേ. നീ എന്നെ ആദ്യം മനസ്സിലാക്ക. പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ? ഞാനിപ്പോ നല്ല ദേഷ്യത്തിലാ, അതുകൊണ്ട് എന്നെ കൊഞ്ചിക്ക്. കൊഞ്ചിച്ചാ പോരെ? നാളെ വന്ന് കൊഞ്ചിക്കാൻ ഞാൻ. നാളെ എന്റെ ദേഷ്യമൊക്കെ പോവും. അപ്പൊ പിന്നെ പ്രശ്നമൊക്കെ തീർന്നില്ലേ? എടാ എന്തിനും ക്ലൂ കിട്ടിയോ? എനിക്ക് അർജന്റായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതൊക്കെ പിന്നെ പറയാം, നീ പോയി. നിനക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഇവിടെ അതിനേക്കാൾ വലിയ കാര്യം നോക്കുക. നിക്ക് പറയട്ടെ, നീ പറ. അത് ഏവന്ത് മരിച്ചു പോയടാ. നീ എന്തോന്നും അറിയാത്ത പോലെ അവനുമായിട്ട് ദേഷ്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അടിച്ച് കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിന്റെ ഷർട്ടിൽ ചോര ആയതുകൊണ്ടല്ലേ നീ ഷർട്ട് മാറ്റിയത്. എടാ നീ ഇതെന്തൊക്കെ പറയുന്നേ? കഥ എങ്ങനെയുണ്ട്? നീ പറഞ്ഞത് കഥയാ? അല്ലാതെ പിന്നെ നീയൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് എഴുതാൻ പറഞ്ഞേ, അതുകൊണ്ടാണ് ക്രിയേറ്റിവിറ്റി ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ട് എഴുതിയത്. എങ്ങനെയുണ്ട്? നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞേ, നീ ഓഫീസ് റൂമിന്റെ ഭാഗത്തേക്ക് അങ്ങ് പോയിരുന്നു? ഇല്ല, പോയില്ല. എന്തിയേ? ഇല്ല, ജസ്റ്റ് ഒരു കൺഫർമേഷൻ ചോദിച്ചാ. അതൊക്കെ വിട്. കഥ എങ്ങനെയുണ്ടെന്ന് പറ. ഇതെടുത്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ മിനിമം 2 മില്യൺ വ്യൂസ് എങ്കിലും കിട്ടില്ലേ? പറയടാ. പോയടാ. നീയൊക്കെ കണ്ടോടാ. എന്തെങ്കിലും ഒരിക്കൽ ഞാനും പ്രിയദർശനെ പോലെ കുറെ പടം എടുത്ത് വിജയിക്കൂടാ. എന്റെ അടുത്താ. നീ ഒന്ന് പറഞ്ഞേ, ശരിക്കും തോണ്ടായേ? പ്രിൻസിപ്പൾ അല്ല. എന്താ ഇത്ര ഉറപ്പ്? എന്ന് വെച്ചാ പ്രിൻസിപ്പിൾ തന്നെ നേരിട്ട് വിളിച്ചതുകൊണ്ട് അങ്ങേരെ സംശയിക്കണ്ട, അതല്ല ഉദ്ദേശിച്ചേ? അല്ല, ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ. പ്രിൻസിപ്പിൾ തന്നെ അവനെ കൊന്നിട്ട് സംശയമൊന്നും വരാതിരിക്കാൻ വേണ്ടി അവന്റെ ഫോണിലേക്ക് വിളിച്ചതാണെങ്കിലോ? മേ ബി. പക്ഷെ ഇനി ഒരു ക്ലൂ കിട്ടുന്നവരെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്താടോ ഇത്? തന്റെ തൊഴിലെ ഒരു നക്ഷത്രം എവിടെ? എവിടെയോ വീണു പോയെന്ന് തോന്നുന്നു സാർ. എടോ, തനിക്കിത് പറയാൻ നാണമില്ലേ? സ്വന്തം നക്ഷത്രം സംരക്ഷിക്കാത്ത താൻ എങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കും? ജനങ്ങൾക്ക് അതിന് സ്റ്റാർ ഇല്ലല്ലോ. അതെ, തമാശ നിർത്തി വേറെ യൂണിഫോം വെച്ച് മറക്കിയത് വെറുതെ ഡിപ്പാർട്ട്മെന്റിന് നാണം കെടുത്തല്ലേ? ഓക്കെ സാർ. പിന്നെ ക്രിസ്തുമസ് അല്ല സ്റ്റാർ നോക്കി നടക്കാൻ. ആഹാ, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നീയാണ്. അവിടെ ഫെസ്റ്റ് നടക്കുമ്പോ ഇവിടെ ഭയഭക്തിയോടെ ഇരുന്ന് പഠിക്കുന്നില്ലേ? ഐ ആം പ്രൗഡ് ഓഫ് യു മൈ സ്റ്റുഡന്റ്. പപ്പടം ഉണ്ടാക്കൊന്നുമല്ല സാറേ, കഥ എഴുതാണ്. കഥ? എന്ത്? പറയാട്ടാ. രേവന്ത് മരണം അടഞ്ഞിരിക്കുന്നു സാർ. ആരാണ് കൊന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കൊല ചെയ്തവന്റെ ഷർട്ടിൽ രക്തമായതുകൊണ്ട് അവൻ ഷർട്ട് മാറ്റുകയാണ്. സാറേ, സാർ വന്നപ്പോ ഈ ഷർട്ട് ആയിരുന്നില്ലല്ലോ. എടാ, അവിടെ ഫെസ്റ്റ് നടക്കുമ്പോ നീ ഇവിടെ എന്ത് കോപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കണം? ചെല്ലങ്ങോട്ട്. ഒരു കലാകാരൻ അംഗീകരിക്കുന്നില്ലല്ലോ. ഒരു ദിവസം നീക്ക് എന്റെ വില അറിയും, നോക്കിക്കോ. ഇവൻ കഥ പറഞ്ഞാണോ നടന്ന സംഭവം പറഞ്ഞാണോ? അമ്മോ.
ഇങ്ങൊന്നേ നിന്നെ തന്നെ വാടാ. ഞാനാണോ സാർ? ഇതെന്താ ഈ ഡ്രോയർ ഒക്കെ ഇട്ടിരിക്കുന്നത്? ഡ്രോയർ അല്ല സാർ, ബോക്സ് സാർ. അതന്നെ എന്തെങ്ങനെ എക്സ്പോസ് ചെയ്ത് വന്നേ? ഇതെനിക്ക് സീനിയേഴ്സ് എന്ന പണിഷ്മെന്റ് സാർ. സീനിയേഴ്സ് എന്ന പണിഷ്മെന്റ്? അതെ സാർ. അവന്മാർ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കോ? നിന്നോട് കെന്റി പോയി ചാടാൻ പറഞ്ഞാൽ നീ ചാടുവോ? ഇല്ല സാർ. പോയി പാൻസ് ഇട്ട് വാടാ. ഓക്കെ. ഒന്ന് നിന്നേ. അതിലെന്താടാ? കിളി സാർ. ഒന്ന് സൂക്ഷിച്ചോ, നീ തീറ്റയെന്ന് കരുതി കൊത്തിക്കൊണ്ടുപോകും. എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? വല്ല അറിഞ്ഞു കാണുമായിരിക്കോ? റസ്മി ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. ഓഫീസ് റൂം കബോർഡിലുണ്ട്, സൂക്ഷിക്കണം. MLA എന്താ അവിടെ കാര്യം? ശകുനം ശരിയല്ല, പോയിട്ട് പിന്നെ വരാം. എന്താന്ന്? പല്ലി വീണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നോ? വിവരമില്ലാത്തവൻ. ഇനി ഒരു തവണ കൂടെ മിസ് ചെയ്താണ്ടല്ലോ, തന്നെ വെച്ചേക്കില്ല. ചെല്ലേ. സാറിന്റെ ഫോൺ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ MLA മെസ്സേജും ചേർന്ന് രേവന്തിനെ കൊന്നതായിരിക്കോ? എന്നാലും ഇവർക്ക് രണ്ടുപേർക്കും അവനെ കൊല്ലേണ്ട കാര്യം എന്താ? ഒരു പിടിയില്ല, ദൈവത്തിന് മാത്രം അറിയാം. എനിക്കിതിപ്പോ ഒരു പിടി കിട്ടുന്നില്ല. എടാ, ഈ മർഡർ ആരാ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. ആരാ? നമ്മുടെ ചെയർമാൻ. ചെയർമാനാ? ആ. എടാ പൊട്ടാ, എന്റെ പിന്നാലെ മണപ്പിച്ച് നടക്കാതെ ആ ഓഫീസ് റൂമിൽ ഒരു ശ്രദ്ധ കൊടുത്തൂടെ? അവിടെ അലമാരയിൽ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഇരിക്കുന്നെന്ന് അറിയാവോ? അതങ്ങനെ ആരെങ്കിലും കണ്ടാലേ അതോടെ എന്റെ ജീവിതം തുലഞ്ഞു. ഓക്കെ സാർ. അപ്പൊ തുലഞ്ഞാ കുഴപ്പമില്ലേ? ഇയാള് പോടാ. MLA ആണോ, SI ആണോ, പ്രിൻസിപ്പൽ ആണോ, ചെയർമാൻ ആണോ? ഇതിപ്പോ ആരായിരിക്കും ചെയ്തത്? ഒരുത്തൻ ചോദിക്കുന്നു ഷർട്ട് മാറ്റി എന്തിനാണെന്ന്. ഒരുത്തൻ ഷോർട്ട് ഫിലിമിന്റെ കഥ പറയുന്നു. ഇവന്മാരെല്ലാരും കാരണം എന്റെ ശരീരം കിലുകിലാന്ന് വിറക്കെ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇയാളെന്തിനാ എന്നെ കണ്ട ഓടിയത്? കോളേജിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇനി ചിലപ്പോ ഇവനായിരിക്കോ കൊലപാതകി. ഇവനെ പിടിച്ചാൽ ഞാൻ സേഫ് ആവും. ഏതയാള്? വേറെ പണിയൊന്നുമില്ലേ? ഇയാള് നിന്റെ എന്റെ പിന്നാലെ വരുന്നേ? ഇങ്ങോട്ടാണല്ലോ വന്നത്. ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി. എടാ രേവന്ത് എവിടെടാ? എവിടെയും കാണുന്നില്ലോ അവനെ. ഓഫീസിന്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ കുറച്ചു മുമ്പ് കണ്ടായിരുന്നു. ശരി, വാ പോയി നോക്കാം. ഇവനെന്തിനാ വന്നത്? എന്താ സാറേ? ഞാൻ ഓഫീസ് റൂമിൽ പോയപ്പോ രേവതിനെ അവിടെ കണ്ടില്ല. അവൻ പിന്നെ ഇതെവിടെ പോയി? അവൻ പിന്നെ ഇതെവിടെ പോയി? എടാ അവനൊന്ന് ഫോൺ ചെയ്ത് നോക്കി. ഇവൻ ഇനി ഈ അവസാനം ഇതെവിടെ പോയി? എടാ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. സ്വിച്ച് ഓഫോ?
ഡെഡ് ബോഡിയുടെ പ്ലേസ് മാറി. കുറച്ചു മുമ്പ് ഓഫീസ് റൂമിലപ്പോൾ ആരോ വന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതെന്താന്ന് മനസ്സിലാവുന്നുമില്ല. എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? നടന്നത് എന്താണെന്നറിയില്ല. നടക്കാൻ പോകുന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. സ്വിച്ച് ഓഫ്. വീഡിയോ റെക്കോർഡായിട്ടുണ്ടാവും എന്താ? എന്താ ഇവൻ കയറി വരുന്നു? യുറേക്ക, എന്തെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കുമ്പോൾ അതൊരു സംഭവം തന്നെയായിരിക്കും. ഇപ്പൊ ഞങ്ങളും അതുപോലൊരു എക്സൈറ്റ്മെന്റിലാണ്. നിങ്ങളെല്ലാവരും പുതിയൊരു കാര്യത്തിന് സാക്ഷിയാവാൻ തയ്യാറാണോ? എന്റെ കഥ ക്ലൈമാക്സ് ആയെന്ന് തോന്നുന്നു. അവൻ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. Ready, one. Two. Three. പക്ഷേ ഈ കാര്യം ഞാനായിട്ട് അവതരിപ്പിക്കില്ല. നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്ന രേവന്ത് തന്നെ നേരിട്ട് വന്ന് നിങ്ങളോട് കാര്യം പറയുന്നതായിരിക്കും. So put your fingers crossed for some more time. ഇതെന്ത് ട്വിസ്റ്റാണ് എന്റെ ദൈവമേ. രേവന്ത ഈ കോളേജ് ബസ് കാരണം മനുഷ്യന്റെ ഉള്ള മനസ്സമാധാനം കൂടി പോയെന്ന് പറയാം. ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും നാള് കോളേജിലെ ഓരോ ക്ലാസ് റൂമിലിരുന്ന് സുഖമായിട്ട് ബീർ അടിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പൊ പേടിച്ച് വേണം ഒരു ബീർ അടിക്കാൻ. മോനെ യുവ, രേവന്ത് വന്ന് എല്ലാരോടും ഒരു കാര്യം പറയുന്നു പറഞ്ഞില്ലേ? എന്താ അത്? അറിയില്ല സാർ. ഓഫീസ് റൂമിൽ എന്താ കണ്ടെന്നാ പറഞ്ഞ്. ചിലപ്പോൾ അതിനെ കുറിച്ച് പറയാനായിരിക്കും. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല സാർ. ഓഫീസ് റൂമിലോ? എന്റെ ദൈവമേ. ഓക്കെ സാർ. സാർ, ഇത്രയും പൈസ വീട്ടിൽ ഒളിച്ചു വെക്കാതെ ഈ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാ സാർ? വീട്ടിൽ ഒളിപ്പിച്ചു വെക്കാൻ ഇത് ന്യായമായിട്ടുണ്ടാക്കിയ കാശൊന്നും അല്ല. ക്രിക്കറ്റ് ബെറ്റിംഗ് കിട്ടിയ ബ്ലാക്ക് മണിയാ. അത് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാ പിന്നെ ആർക്കും സംശയം വരില്ലടാ പൂട്ടാ. ശരിയാ സാർ. വയ്ക്ക്. അയ്യോ, വയ്ക്ക്. വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് വരാനുള്ള സാധ്യതയുണ്ട്. സമാധാനായി. നടക്ക. ബാഗ് ഇവിടെ. അത് പ്രധാന ഫയൽസ് വെച്ചിട്ടുള്ള ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയപ്പോ കാണുന്നില്ല. റെഡ് കളർ ബാഗ് ആണോ സർ? അത് തന്നെ. മോള് കണ്ടായിരുന്നു? കണ്ടായിരുന്നു. അതിപ്പോ രേവന്ത് കൊണ്ടുപോയല്ലോ. എങ്ങോട്ടാ പോയത്? ദേ അങ്ങോട്ട്. എന്നാ വാ.
ഏത് വഴിക്ക് പോയേ? സാർ ഇങ്ങോട്ടാ. വേഗം നടക്ക്. രേവന്ത് എന്തിനെ കുറിച്ച് സംസാരിക്കാൻ പോണേന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ? അറിയില്ല സാർ, എന്തോ ഓഫീസ് റൂം മാറ്റർ ആണെന്ന് മാത്രം പറഞ്ഞോളൂ. ഓഫീസ് റൂം മാറ്ററോ? എന്റെ അമ്മേ. വാട്സപ്പിൽ ഞാൻ ഫോട്ടോ അയക്കാം. ടോട്ടൽ 10 കിലോ കൊക്കൈൻ. സാധനം കഷ്ടപ്പെട്ട് ഒളിപ്പിച്ചു വെക്കുമ്പോ താനിങ്ങനെ സംസാരിച്ചാൽ എങ്ങനെയാ? വിശ്വാസം ഇല്ലെങ്കിൽ ഇനി എന്റെ കൂടെ ബിസിനസ് ചെയ്യണ്ട. ഞാൻ എന്ത് വലിയ റിസ്ക് എടുക്കുന്നറിയോ? ഇനി ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട. സമയ സന്ദർഭം നോക്കി ഞാൻ തന്നെ കൊണ്ടുവന്നോളാം. എടാ രേവന്തേ, നീ അത് എടുത്തോ. എന്തുപറ്റി സാർ? എനി പ്രോബ്ലം? യുവാ, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആ രേവന്തിന്റെ ഒരു ബോക്സ് മോഷ്ടിച്ചു. അവൻ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കേ. വേണ്ടി വന്നാൽ അവന്റെ കൈയും കാലും തല്ലി പിടിച്ചോ. നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. രേവന്തിന്റെ തല എനിക്ക് കാശൊന്നും വേണ്ട സാറ്. എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. സാറിന്റെ കൂടെ വന്നാ വേഗം വാ. ആ വഴിക്കായിരിക്കും. വേഗം വാ. പോകുന്നു സാർ. പിടിക്കാവനെ. ഇവനിത് എവിടെ പോയി കിടക്കുക? സാർ രേവന്ത് പോന്നു. പോകുന്നു സാർ. അവരുടെ കയ്യിൽ വിടരുത്. പിടിക്കാവനെ. വേഗം വാ സാർ. അവനെ വിടരുത്. ഇത് പിടിക്കും സാർ. എറി സാർ, എറി സാർ. അവരെ തല നോക്കി എറി. സാർ അവൻ രക്ഷപ്പെടുന്നു. സാർ നോക്ക്. സാർ അയ്യോ. അവൻ ഒടിക്കുക കയറി വാ. ചത്തുപോയി സാർ. ചത്തോ? അവൻ ചത്തുപോയെന്ന്. എന്താ സംഭവിച്ചേ? സാർ, ഈ പ്രിൻസിപ്പളും ചെയർമാൻ സാറും ചേർന്ന് ഒരു ഇരുമ്പിന്റെ റോഡ് വെച്ചിട്ട് തലയ്ക്ക് എറിഞ്ഞതാ സാർ. പക്ഷെ സത്യമായിട്ടും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാ. ആയിരിക്കുന്ന ബോക്സ് ആരുടെയാ? ആ പെട്ടി പ്രിൻസിപ്പളിന്റെ. അതെടുത്തോണ്ട് ഓടിയോണ്ട് ചെയ്തു പോയത് സാറേ. ചെക്ക് ചെയ്യേ. സാർ കൊക്കൈൻ സാർ. താൻ എന്ത് പ്രിൻസിപ്പളാണോ ഇങ്ങനെ ഒരു റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരുന്നിട്ട് സ്റ്റുഡൻസിന്റെ ഭാവി നന്നാക്കുന്നതിന് പകരം അവർക്ക് ഡ്രഗ്സ് കൊടുത്ത് നശിപ്പിക്കുകയല്ലേ? ബോധമില്ല എനിക്ക്. ഇതിന്റെയൊക്കെ കോൺസിക്വൻസ് എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്തേ. ഈ ബാഗ് ആരുടെയാ? ചെയർമാന്റെ ബാഗാ സാർ. എന്താ അതിനകത്ത്? സാറിന്റെ എന്തോ ഇമ്പോർട്ടന്റ് ഫയൽസ് എന്നാ പറഞ്ഞേ അല്ലേ സാർ? ഫയൽസ്. എടാ അതൊന്ന് ചെക്ക് ചെയ്തേ. ചെക്ക് ചെയ്യാനൊന്നുമില്ല. ഫയൽസ് സാർ, അതിനകത്തൊന്നുമില്ല. സാറേ, ഈ ബാഗിനകത്ത് കുറച്ച് ഫയൽസ് മാത്രമേ ഉള്ളൂ. ഫയൽസ് മാത്രമേ ഉള്ളൂന്നോ? ഫയൽസ് അല്ലേ അതിൽ വെച്ച്? താനൊന്ന് പോയടോ. ഫയൽസ് ഒന്നും അല്ലായിരുന്നു. ഞാൻ ക്രിക്കറ്റ് ബെറ്റിംഗ് വെച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബ്ലാക്ക് മണി മുഴുവൻ ആ ബാഗിലുണ്ടായിരുന്നു. എല്ലാം പുതിയ 2000 നോട്ടായിരുന്നില്ലേ? ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അതും പോരാഞ്ഞിട്ട് സക്സസ്ഫുൾ ബിസിനസ്മാൻ. പിന്നെ വേറൊരു കാര്യം അറിയോ? എന്താ? എന്റെ മോനോട് പോലും നിങ്ങളെ റോൾ മോഡലായി കാണണമെന്ന് പറഞ്ഞു. താനൊക്കെ ഇങ്ങനെ ചെയ്തോണ്ട് എത്ര കുടുംബം വഴിയാതാരായി പോകുന്നുണ്ടെന്നറിയോ? ഒന്നും പറയാനില്ലേ? ഞാൻ എന്താ പറയണ്ടേ? എന്നെ തല്ലിക്കോ ചീത്ത പറഞ്ഞോ വേണമെങ്കിൽ തൂക്കിക്കൊന്നോ, പക്ഷെ എന്റെ കാശ് എവിടെ പോയി നോക്ക്. ആരടിച്ചു മാറ്റിന്ന് കണ്ടുപിടിക്ക്. ആ കാശ് എവിടെയും പോയിട്ടില്ല സർ, ഇവിടെ തന്നെയുണ്ട്.
അമ്പടാ. ഇവിടുന്ന് കണ്ടു സാർ, സാറിന് മനസ്സിലാവും. ഇവിടെ വേണ്ട, അവിടെ പോയി നോക്കാം. പൈസയോ? സാറേ, MLA സാറേ, എന്താടാ? ഇവിടുന്ന് കുറെ പണം കിട്ടിയിട്ടുണ്ട്. ആണോ? അപ്പൊ ആ PA പറഞ്ഞത് സത്യം തന്നെയാ? ആദ്യ സാറേ, നീ ഒരു കാര്യം ചെയ്യ്, അത് മുഴുവൻ എടുത്ത് പുറത്തേക്ക് ഇറങ്ങ, സൗകര്യം പോലെ ഷെയർ ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ സാർ. എടാ MLA തെണ്ടി, എന്റെ കൂടെ ഇരുന്ന് എനിക്കിട്ട് തന്നെ പണി തരാൻ നോക്കുമായിരുന്നല്ലേ? ഓ മൈ ഗോഡ്, എല്ലാം കള്ളന്മാരാ. കോൺസ്റ്റബിൾസ്, എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്യ. സാറേ, പ്ലീസ് സാർ, ഞാൻ പറയട്ടെ, അത് എന്റെ അല്ല. എന്റെ പൊസിഷൻ എന്താന്ന് എനിക്കറിയോ. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ മനസ്സിലായി? അത് രേവന്ത് ജാനുവിന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു സാർ. അതെ സാർ. ഓ വെരി ഗുഡ് യുവ. ഇന്ന് യൂത്ത് ഫേസ് ചെയ്യുന്ന പ്രധാന 2 പ്രശ്നങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. എനിവേ, ഇത് നമ്മൾ ശരിക്കും ആഘോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗ്രേറ്റ് ജോബ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സാർ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം സാർ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ, എന്നെ വെറുതെ വിടണം പ്ലീസ് സാർ. അപ്പൊ ചെയർമാൻ വന്നത് ആ പൈസ ഒളിപ്പിച്ചു വെക്കാൻ, MLA മെസ്സേജ് വന്നത് ആ പൈസ കൊള്ളയടിക്കാൻ, അതുപോലെ പ്രിൻസിപ്പൾ വന്നത് ഡ്രഗ്സിന് വേണ്ടി. അപ്പൊ ഈ മർഡർ ചെയ്തത് ആരായിരിക്കും? എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ വീണ്ടും വന്നെത്തി നിൽക്ക. ചെയ്തത് ആരായിരിക്കും? ഇവരൊന്നും അല്ലാതെ ചെയ്തതെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം കൊണ്ട് അവൻ തന്നെ സൂയിസൈഡ് ചെയ്തതാണെങ്കിലോ? നീ വെറുതെ ഓരോ മണ്ടത്തരം പറയല്ലേ. സൂയിസൈഡിൽ നിൽക്കുന്നതിന് കബോർഡിനെ മണ്ടേ കയറി ചെയ്യുന്നതിനാ, അതോ ചത്ത ശേഷം ശവം മേടി പോയിരുന്നാണോ? മണ്ടത്തരം പറയല്ലേ. എന്തിനാണ് ചെയ്തത്? നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തിനാ കൊല്ലുന്നേ? ഇനി നിന്റെ നാടകമൊന്നും വേണ്ട. നീ എന്തിനാ കൊന്നേന്ന് പറയും. എടാ, എനിക്ക് കൊല്ലേണ്ട കാര്യം എന്താ? അവൻ എന്തിനാണ് കൊല്ലുന്നേ? ഇവൻ തന്നെയാ കൊന്നത്. നീ ഡെഡ് ബോഡി എവിടെ കണ്ടത്? ലെഫ്റ്റ് സൈഡ് കബോർഡിൽ താഴെ. അല്ലേ? ഇവനും അവിടെ തന്നെയല്ലേ കണ്ടേ? ആദ്യം കബോർഡിന്റെ മുകളിലായിരുന്നു. ഇവൻ എങ്ങനെ മനസ്സിലായി? അതറിയാമെങ്കിൽ ആ ബോഡി അവിടെ വെച്ചത് ഇവൻ തന്നെയായിരിക്കും. ഇനി നീ ബാക്കി കഥ അങ്ങോട്ട് പറഞ്ഞാൽ മതി. പറയടാ. എടാ, ഇവ എനിക്കൊന്നും അറിയില്ലടാ. മര്യാദയ്ക്ക് പറഞ്ഞു. അത് ഞാൻ തന്നെ കൊന്നേ. ഞാൻ തന്നെ കൊന്നേ. എടാ, നീ വരുന്നതിന് മുമ്പ് അവനായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആ വൃത്തികെട്ടവനാ ബെറ്റിംഗ് എന്നു പറഞ്ഞു തന്ന് അതിലെന്നെ പെടുത്തിയത്. എടാ, ചുമ്മാ അങ്ങനെ കണ്ടോണ്ടിരുന്ന എന്താ രസമുള്ളേ? ബെറ്റ് വെച്ചാലോ? ഞാനതിൽ എത്രമാത്രം അഡിക്റ്റ് ആയി പോയിന്നറിയോ? എന്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി മാറ്റിവെച്ച കാശും പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി എടുത്തു വെച്ച കാശും ഒക്കെ അവന് വേണ്ടി കൊടുത്തു. അവൻ ആ കാശ് മുഴുവൻ വാങ്ങിച്ചെന്നെ പറ്റിച്ചടാ. അതൊക്കെ പോട്ടേന്ന് വെച്ചു. എന്റെ പെങ്ങൾക്ക് ഡ്രഗ്സ് കൊടുത്ത് മയക്കി അവന്റെ ആവശ്യങ്ങളൊക്കെ അവൻ ഉപയോഗിച്ചു. ഡ്രഗ്സ് ഓവർഡോസ് ആയി എന്റെ പെങ്ങൾക്ക് ഭ്രാന്ത് പോലെയായി. ഇത്രയൊക്കെ ഉണ്ടായിട്ട് നീ ഇതുവരെ ഞങ്ങളോട് പറയാതിരുന്ന എന്താ? എടാ, എന്റെ പെങ്ങളുടെ വീഡിയോ കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഇന്നലെ രാത്രി വിളിച്ച് കാശ് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അത് സംസാരിക്കാൻ ഓഫീസ് റൂമിലേക്ക് പോയത്.
രേവന്ത്, എന്താടാ കാശ് എടുത്തിട്ട് വന്നോ? ഇല്ലടാ, എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ നിനക്ക് ഞാൻ തന്നില്ലേ? ആ വീഡിയോസ് നീ എന്റെ കയ്യിത്താടാ. ഒരു പാവാടാ അവള്. അങ്ങനെ ചോദിച്ച ഉടനെ പെട്ടെന്ന് എടുത്തു തരാൻ പറ്റില്ലല്ലോ. മൂഡ് വരുമ്പോഴൊക്കെ കണ്ടോണ്ടിരിക്കണ്ടേ എനിക്ക്. നിന്നെ കുറിച്ചുള്ള ഒരു കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി തരാൻ എന്റെ ഈ കാശുമില്ല. നീ ആ വീഡിയോസ് വെച്ച് എന്ത് ചെയ്യാൻ പോവാ? നമുക്കൊരു കാര്യം ചെയ്താലോ? നിന്റെ കയ്യിലും കാശില്ല, എന്റെ കയ്യിലും കാശില്ല. ഈ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യാം. അവര് നമുക്ക് പൈസ തരുമല്ലോ. അത് നല്ല ഐഡിയ അല്ലേ? തരാനാ പറഞ്ഞേ, മര്യാദക്ക് താടാ. രേവന്ത്, രേവന്ത്, വീഡിയോ താടാ. മര്യാദക്ക് തരാൻ. എടാ ഒരുപാടങ്ങ് കയറി ഉണ്ടാക്കല്ലേ, കൊന്നുകളയും ഞാൻ. ഇനി നീ അപ്ലോഡ് ചെയ്ത് കാണിക്ക. നാണം കേട്ടവനെ. രേവന്ത്, എടാ രേവന്ത്, സത്യം പറഞ്ഞ കൊന്നതല്ല, കയ്യബദ്ധം പറ്റിയതാ. പിന്നെ എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയും കിട്ടിയില്ല. ബോഡി എടുത്തോണ്ട് പോയി നേരെ കബോഡി വെച്ചു. രേവന്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. നീ എന്നല്ല, ഈ കോളേജിലുള്ള ഒരുത്തിനും അത് വിശ്വസിക്കില്ല. പ്രിൻസിപ്പൾ തന്നെ അവന് നല്ലവനെന്നുള്ള മുഖംപൊടി കൊടുത്ത് ഈ കോളേജ് മുഴുവൻ ഡ്രഗ്സ് വിറ്റ് നടക്കുന്ന പരിപാടിയായിരുന്നു. എടാ, നിനക്ക് വേറൊരു കാര്യം അറിയൂ? ബൈ മിസ്റ്റേക്ക് അന്ന് നിന്റെ കയ്യിൽ നിന്ന് ബിറ്റ്സ് പിടിച്ചെടുത്തതല്ല. ഫസ്റ്റ് ഇയർ നിനക്ക് കിട്ടിയ വിലയും നിലയും താങ്ങാൻ പറ്റാതെ അവൻ മനഃപൂർവ്വം സ്ക്വാഡ് വന്ന സമയത്ത് നിന്റെ അടുത്ത് ബിറ്റുമുട്ടി ഇട്ടതാ, അറിയോ? നീ പറയുന്നതൊക്കെ സത്യമായിരിക്കും. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നീ കാരണം ഒരുത്തൻ ചത്തു കിടക്ക. ഇനി ഈ മർഡർ കേസിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ വിചാരിച്ച പറ്റും. നീ പറയാറില്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നതിന് നല്ലത് ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റുന്നുള്ള 100% വിശ്വാസത്തിൽ മുന്നോട്ട് പോണോന്ന്. ഇപ്പൊ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാത്രമേ പറ്റൂ. ശരി, നിന്റെ ഫാമിലി ആ രേവന്ത് ഡിസ്റ്റർബ് ചെയ്തു. ഡയറക്റ്റായിട്ട് അവനായിരുന്നു ഫ്രെയിമിൽ. ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ ഫാമിലിയും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന ചെയർമാനും പ്രിൻസിപ്പളും ആയിരുന്നു. അതുകൊണ്ട് അവരെ വെച്ച് ഇതങ്ങ് ക്ലോസ് ചെയ്യാം. വൺ ഷോട്ട് 2 ബേർഡ്സ്. ഇവൻ രക്ഷപ്പെടും, അവര് രണ്ടുപേരും പെടും. ജാൻവി, ഈ വീഡിയോസ് നിന്റെ ഫോണിലേക്ക് വാട്സപ്പ് ചെയ്യ്. എന്തിനാടാ? ഞാൻ പറയുന്നത് ചെയ്യ്. താങ്ക്സ് ഡാ. ഇപ്പൊ നിന്റെ പ്രോബ്ലം സോൾവ് ആയി. ഇനി എന്റെ ലവ് പ്രോബ്ലം തീർക്കട്ടെ ഞാൻ.
നമ്മുടെ പ്രിൻസിപ്പളും ചെയർമാനും ചേർന്ന രേവന്തനെ കൊന്നു കളഞ്ഞെന്ന്. ഇവിടെ എന്തൊക്കെയാ ശരിക്കും നടക്കുന്നത്? ഒരു കാര്യം മാത്രം ക്ലിയർ ആവുന്നുണ്ട്. ആവശ്യമില്ലാതെ സെക്കൻഡ് ഹാഫ് മുഴുവൻ ടെൻഷനായി. ഈ കളിയിൽ ഞാനൊരു ജോക്കറെ പോലെയാ. ഞാൻ ഊഹിച്ചെടുത്ത കഥ അവസാനം സത്യമായിട്ട് വന്നല്ലേ? ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. ട്രൂ സ്റ്റോറി ബേസ്ഡ് ഓൺ മൈ സ്റ്റോറി. ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ, ഒന്ന് സമാധാനിക്കേ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേൾക്കുന്നേ. ഇതെല്ലാം നീ കാരണം നടന്നേ. ഞാൻ മര്യാദയ്ക്ക് എന്റെ കാര്യം നോക്കി നടന്നതാ. എന്നെ ഓരോ ജോലി ഏൽപ്പിച്ച് ഓഫീസ് റൂമിലേക്കും പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് തുടങ്ങിയത് ഇതൊക്കെ ഒരുമാതിരി അവസ്ഥയായിപ്പോയി. നീ എന്തേ പറയുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ അതെല്ലാം പറയാനുള്ള ക്ഷമ എനിക്കില്ല. കാരണം അവർക്കൊക്കെ അടുത്ത ഷോ കാണേണ്ടതല്ലേ.